ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എവിടെ വരെ നമ്മൾ പഠിച്ചു നിർത്തിയെന്ന് ഓർക്കണ്ടോ? നോക്കിയായിരുന്നോ നിങ്ങൾ പോർഷൻസ്? വായിച്ചിട്ടാണോ കയറിയത് ക്ലാസ്സില്? നിഷ, രണ്ടുപേരൊക്കെ ജോയിൻ ചെയ്യുന്നുണ്ടല്ലോ. മനീഷ്, അക്ഷര, അതുൽ കൃഷ്ണ, നോക്കിയായിരുന്നോ എവിടെ വരെ എടുത്തേന്നുള്ളത് ഓർക്കുന്നുണ്ടോ നിങ്ങള്? എവിടെ വരെയായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്? സെലക്ഷൻ പ്രൊസീജിയർ അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്? ആ സെലക്ഷൻ പ്രൊസീജിയർ ഞാനൊന്ന് ഷെയർ ചെയ്യട്ടെ, എടുത്തു വെക്കട്ടെ. ഓക്കെ, സെലക്ഷൻ പ്രൊസീജിയർ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാണ്? സ്ക്രീനിങ് ഓഫ് ആപ്ലിക്കൻസ്. രണ്ടാമത്തെയാണ് സെലക്ഷൻ ടെസ്റ്റുകൾ. ദെൻ സെലക്ഷൻ ഇന്റർവ്യൂസ്, മെഡിക്കൽ എക്സാമിനേഷൻ. ഇത് 4 എണ്ണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അല്ലേ? ശരിയല്ലേ? 4 സ്റ്റെപ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്തല്ലേ? സ്ക്രീനിങ് ഓഫ് ആപ്ലിക്കൻസ്, സെലക്ഷൻ ടെസ്റ്റ്, സെലക്ഷൻ ഇന്റർവ്യൂസ് ആൻഡ് മെഡിക്കൽ എക്സാമിനേഷൻ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നമ്മൾ പോകുന്നത് അടുത്ത സ്റ്റെപ്പ്, 5ാമത്തെ സ്റ്റെപ്പാണ് റെഫറൻസ് ചെക്ക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ. അപ്പൊ കേറിയവർക്ക് കൂടി വേണ്ടിയിട്ട് പറയാണ്, ഇന്ന് ഞാൻ എടുത്തു നിർത്തുന്ന അത്രയ്ക്കും നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടായിരിക്കും കേട്ടോ. ഇന്ന് എടുക്കുന്നത് കൂടി എക്സാമിന് ഉണ്ടാകും. ഓക്കെ, അപ്പോ ഈ സെലക്ഷൻ പ്രൊസീജിയറിൽ നമ്മൾ 5ാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് റെഫറൻസ് ചെക്ക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ. എന്താണ് റെഫറൻസ് ചെക്ക് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്? ഇത് നമ്മൾ സെലക്ഷൻ പ്രൊസീജിയറിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു സ്റ്റെപ്പ് തന്നെയാണ്. Okay, selection procedure includes the steps of a reference check and background verification for the purpose of revealing more information regarding the candidates. എന്തിനു വേണ്ടിയിട്ടാ ഈ ഒരു പ്രൊസീജിയർ, ഈ സെലക്ഷൻ പ്രൊസീജിയറിൽ ഈ സ്റ്റെപ്പ് ഉൾപ്പെടുത്തിയേക്കുന്നത്? ഇപ്പൊ നമ്മൾ ആപ്ലിക്കേഷൻ ഫോം ഒക്കെ പറഞ്ഞു, അതിന് നമുക്ക് ലിമിറ്റഡ് ഇൻഫർമേഷൻസേ കിട്ടുള്ളൂ കാൻഡിഡേറ്റ്സിനെ സംബന്ധിക്കുന്നത് അല്ലേ? അപ്പൊ അത് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചേക്കുന്നത് അത് മാത്രം കാൻഡിഡേറ്റ്സ് ഫില്ല് ചെയ്ത് നമുക്ക് തരികയാണ്. എന്നാൽ കാൻഡിഡേറ്റ്സിനെ കുറിച്ച് കുറച്ചും കൂടി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി ഇൻഫർമേഷൻ കണ്ടെത്തുക, അത് എന്ന ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെലക്ഷൻ പ്രൊസീജിയറിൽ ഈ സ്റ്റെപ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. സെലക്ഷൻ പ്രോസസ് ഇൻക്ലൂഡ്സ് ദി സ്റ്റെപ്സ് ഓഫ് റെഫറൻസ് ചെക്ക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ ഫോർ what? എന്തിനു വേണ്ടിയാ? For the purpose of revealing more information regarding the candidates. കാൻഡിഡേറ്റ്സിനെ സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്റ്റെപ്പ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അണ്ടർലൈൻ ചെയ്യാട്ടോ. For the purpose of revealing more information regarding the candidates. കാൻഡിഡേറ്റ്സിനെ സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്. Organization requests the candidates for some reference from whom they can gain some more information. അപ്പൊ ഒരു സ്ഥാപനം എന്ത് ചെയ്യും? കാൻഡിഡേറ്റ്സിനോട് റിക്വസ്റ്റ് ചെയ്യും, എന്താ കൂടുതൽ കുറച്ചും കൂടി വിവരങ്ങള് വെളിപ്പെടുത്തണം എന്നുള്ളത്. കുറച്ചും കൂടി കാൻഡിഡേറ്റ്സിനെ സംബന്ധിക്കുന്ന കുറച്ചും കൂടി ഇൻഫർമേഷൻ നേടിയെടുക്കാനായിട്ട് ഈ ഓർഗനൈസേഷൻ കാൻഡിഡേറ്റ്സിനോട് അഭ്യർത്ഥിക്കും. This information may be concerned with. അപ്പൊ എന്തൊക്കെ വിവരങ്ങളാണ് കൂടുതലായിട്ട് കാൻഡിഡേറ്റ്സിനോട് വേണം എന്ന് പറഞ്ഞ് ആ ഓർഗനൈസേഷൻ റിക്വസ്റ്റ് ചെയ്യുന്നത്? എന്തൊക്കെ ഇൻഫർമേഷൻ ആണെന്ന് നോക്കിയേ. The information may be concerned with their background. ഇനി ആ കാൻഡിഡേറ്റ്സിന്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് എന്നുള്ളത് അറിയണം അല്ലെ? ഇപ്പൊ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാണ്, അപ്പൊ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. എങ്ങനെയുള്ള ഒരു ഫാമിലിയിൽ നിന്ന് വരുന്നതാണ്, നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് എന്നൊക്കെ അറിയണം. ദെൻ ക്യാരക്ടർ, അത് ആ കാൻഡിഡേറ്റ്സിന്റെ ക്യാരക്ടർ, സ്വഭാവം എങ്ങനെയാണ്, വർക്കിംഗ്, അതിന്റെ ജോലി എങ്ങനെയാണ്, ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് വേണമെന്ന് ഈ ഓർഗനൈസേഷൻ കാൻഡിഡേറ്റ്സിനോട് റിക്വസ്റ്റ് ചെയ്യും. ആ ഇൻഫർമേഷനിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഒന്ന് അണ്ടർലൈൻ ചെയ്തോ. കാൻഡിഡേറ്റ്സിനോട്
ഈ ഓർഗനൈസേഷൻ റിക്വസ്റ്റ് ചെയ്യും കൂടുതൽ ഇൻഫർമേഷൻ വേണമെന്നുള്ള കാര്യം. അതിനകത്ത് എന്തൊക്കെ ഇൻഫർമേഷൻ അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ആ കാൻഡിഡേറ്റ്സിന്റെ ബാക്ക്ഗ്രൗണ്ട്, ക്യാരക്ടർ, വർക്കിംഗ്, ആ 3 കാര്യങ്ങളും അണ്ടർലൈൻ ചെയ്തിടാം. This information may be concerned with their background, character, working. This reference may include. ഇനി ഈ റെഫറൻസിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തുന്നത്? അപ്പൊ കാൻഡിഡേറ്റ്സിനെ സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നതിനാണ് റെഫറൻസ് ചെക്ക്, ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ ആ ഓർഗനൈസേഷൻസ് റിക്വസ്റ്റ് ചെയ്യുന്നത് കാൻഡിഡേറ്റ്സിനോട്. അപ്പൊ ഈ റെഫറൻസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ഉൾപ്പെടുത്തുന്നത്? മേ ഇൻക്ലൂഡ് എക്സ് എംപ്ലോയേഴ്സ് ഓഫ് ദ കാൻഡിഡേറ്റ്സ്. എക്സ് എംപ്ലോയർ എന്ന് പറഞ്ഞ ആരാ? കാൻഡിഡേറ്റ്സിന്റെ എക്സ് എംപ്ലോയർ എന്ന് പറഞ്ഞാൽ ആരാ? ഇപ്പൊ ഞാൻ വേറെ സ്ഥാപനത്തിന് മുന്നേ ഞാൻ ജോലി ചെയ്തിരുന്നു. അപ്പൊ എന്റെ അവിടുത്തെ ആ ഒരു തൊഴിലുടമയില്ലേ, അവിടുത്തെ ആ ഒരു എന്താ പറയാ എംപ്ലോയർ, തൊഴിലുടമ, അദ്ദേഹത്തിനോട് വേണമെങ്കിൽ എന്റെ കാര്യങ്ങൾ ചോദിക്കാം അല്ലെ? അദ്ദേഹവുമായിട്ട് ഡിസ്കസ് ചെയ്യാം. എങ്ങനെയുണ്ടായിരുന്നു, എങ്ങനെയാണ് ആ കാൻഡിഡേറ്റ്സ് അവിടെ ആ സ്ഥാപനത്തിൽ നിന്നപ്പോ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെ ക്യാരക്ടർ ആണ്, വേറെ എന്തെങ്കിലും കുഴപ്പക്കാരനാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യാം. എക്സ് എംപ്ലോയർ ഓഫ് ദി കാൻഡിഡേറ്റ്സ്, അതായത് കാൻഡിഡേറ്റ്സ് മുന്നേ ജോലി ചെയ്ത ആ സ്ഥാപനത്തിലെ അവിടുത്തെ എംപ്ലോയർ. Then people from educational institute of the candidates. കാൻഡിഡേറ്റ്സിന്റെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള, അതായത് കാൻഡിഡേറ്റ്സ് പഠിച്ച ആ ഒരു സ്ഥാപനമൊക്കെ ഇല്ലേ, അവിടുത്തെ ആളുകളോട് നമുക്ക് ചോദിക്കാം, കാൻഡിഡേറ്റ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാം. ഓർ സം അതർ ഇമ്പോർട്ടന്റ് പീപ്പിൾ ഹു നോ ദ കാൻഡിഡേറ്റ്സ് ആറ്റിറ്റ്യൂഡ് ആൻഡ് സ്കിൽ. ഇനി കാൻഡിഡേറ്റ്സിന്റെ ആറ്റിറ്റ്യൂഡ്, സ്കില്ല് ഇതൊക്കെ അറിയാവുന്ന ആളുകളോടും റെഫറൻസിന് നമുക്ക് എടുക്കാം. അവരോട് ചോദിക്കാം, എങ്ങനെയുണ്ട് കാൻഡിഡേറ്റ്സ്, എങ്ങനെയാണോ, ഓക്കെ ആണോ, അല്ലെങ്കിൽ എന്താണ് ക്യാരക്ടർ, ഇങ്ങനെയുള്ള കാര്യങ്ങളും നമുക്ക് റെഫറൻസിനായിട്ട് ഉൾപ്പെടുത്താം. അപ്പൊ റെഫറൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നവർ ആരൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ച സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ദീസ് റെഫറൻസസ് മേ ഇൻക്ലൂഡ്, ആരൊക്കെ വരാമെന്നാ പറഞ്ഞത്? എക്സ് എംപ്ലോയേഴ്സ് ഓഫ് ദ കാൻഡിഡേറ്റ്സ്, people from educational institution of the candidates, or some other important people who know the candidates attitude and skill. Underline ചെയ്ത 3 കാര്യങ്ങൾ റെഫറൻസസിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഏതൊക്കെയാന്നുള്ളത്? ഓക്കെ, അക്ഷര, നിഷ, മൈഷ്ണ, ഓക്കെ, അണ്ടർലൈൻ ചെയ്ത അത് സെന്റൻസ്. യെസ്, ഓക്കെ. ഇനി നോക്കിയേ നെക്സ്റ്റ് എന്താ? In India, references are not supposed to be much information due to their subjectivity. അതിന്റെ സബ്ജക്ടിവിറ്റി കാരണം, അതായത് ഇപ്പൊ എന്നോട് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ നല്ല തിക് ഫ്രണ്ട്സ് ആണ്, അപ്പൊ അങ്ങനെ പറയുമ്പോഴെന്താ, ഇപ്പൊ ഞാൻ അക്ഷരനെ കുറിച്ച് എന്നോട് ചോദിക്കുകയാണെങ്കിൽ, ഞാനും അക്ഷരയും തമ്മിൽ നല്ല ക്ലോസ് ആണെങ്കിൽ ഞാൻ നല്ലതല്ലേ പറയുള്ളൂ, അല്ലെ? സ്വാഭാവികമായിട്ടും അങ്ങനെയല്ലേ? നല്ലതാണ്, നല്ല ക്യാരക്ടറാണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ പറയുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്ത്യയിൽ ഇതിന്റെ റെഫറൻസിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും അങ്ങനെ കൊടുക്കുന്നില്ല. പക്ഷെ എന്താ, ബട്ട് ദേ ആർ ആൻ ഇമ്പോർട്ടന്റ് സോഴ്സ് ഓഫ് വാല്യുബിൾ ഇൻഫർമേഷൻ. പല വിലപ്പെട്ട വിവരങ്ങൾ നമ്മൾ റെഫറൻസിലൂടെ നമുക്ക് കിട്ടും. which cannot be obtained from any other source. ഇപ്പൊ നമുക്ക് ആപ്ലിക്കേഷൻ ഫോമിലൂടെയോ നമുക്ക് അല്ലെങ്കിൽ ഇന്റർവ്യൂയിലൂടെയോ ഒക്കെ കിട്ടാത്ത പല വിലപ്പെട്ട ഇൻഫർമേഷൻസും നമുക്ക് ഈ ഒരു റെഫറൻസ് ചെക്ക് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷനിലൂടെ കിട്ടും. ഓക്കെ, ക്ലിയർ ആയില്ലേ? അത് റെഫറൻസിന് അധികം വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്തിട്ടില്ല. എന്താ വെച്ചാൽ ഇപ്പൊ ഞാനിപ്പോ ഒരാളെ കുറിച്ച് നമ്മൾ അവരുമായിട്ട് നല്ല ക്ലോസ് ആണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ നല്ല ഇതൊക്കെ പറയുള്ളൂ, അല്ലെ? ഇപ്പൊ മോശം ക്യാരക്ടർ ആണെങ്കിൽ നല്ല സ്വഭാവമാണ്, നല്ലതാണെന്നൊക്കെ അങ്ങനെ പറയുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. പക്ഷെ എന്നാൽ എന്താ, നമുക്ക് ഇതേപ്പോ വിഷയനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഞാൻ കുറെ കാര്യങ്ങൾ, എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളും കൂടിയൊക്കെ പറയും, അല്ലെ? അപ്പൊ നമുക്ക് അതായത് മറ്റുള്ള സോഴ്സിൽ നിന്ന് ലഭിക്കാത്ത പല വിലപ്പെട്ട വിവരങ്ങളും എന്ത് ചെയ്യുന്നു, ഈ റെഫറൻസ് ചെക്ക് ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷനിലൂടെ കിട്ടും. ഓക്കെ,
ഇനി അടുത്ത് നോക്കി, ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് ആണ് കേട്ടോ സെലക്ഷൻ പ്രൊസീജിയറിലെ ലാസ്റ്റ് സ്റ്റെപ്പ് ആണ് ഹയറിംഗ് ഡിസിഷൻ ഓർ അപ്രൂവൽ ബൈ അപ്രോപ്രിയേറ്റ് അതോറിറ്റി. ഇനി 5 സ്റ്റെപ്പും കഴിഞ്ഞു. ഇനിയാണ് ആ സ്ഥാപനം ഇതെല്ലാം കഴിഞ്ഞു കേട്ടോ. റെഫറൻസ് ചെക്ക്, ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ, എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ആണ് ഹയറിംഗ് ഡിസിഷൻ ഓർ അപ്രൂവൽ ബൈ അപ്രോപ്രിയേറ്റ് അതോറിറ്റി. അവരെ നിയമിക്കാം, ആ കാൻഡിഡേറ്റ്സിനെ നമ്മുടെ സ്ഥാപനത്തിന് നിയമിക്കാം എന്നുള്ളൊരു നിയമന തീരുമാനം അവരെടുക്കുകയാണ്. അതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. ഇതും ചോദിക്കാട്ടെ, എക്സാമിന് അങ്ങനെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഈ സെലക്ഷൻ പ്രൊസീജിയറിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാ, അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന സെലക്ഷൻ പ്രൊസീജിയറിലെ ലാസ്റ്റ് സ്റ്റെപ്പ് ഏതാന്നുള്ളത്. ലാസ്റ്റ് സ്റ്റെപ്പ് ഏതാ? ലാസ്റ്റ് സ്റ്റെപ്പ് ഹയറിംഗ് ഡിസിഷൻ ആണ്. അവിടെ നിയമന തീരുമാനം എടുക്കുകയാണ്. ആ കാൻഡിഡേറ്റ്സിനെ നമുക്ക് ഈ നമ്മുടെ സ്ഥാപനത്തിന് നിയമിക്കാം, അല്ലെങ്കിൽ ഓർ അപ്രൂവ് കൊടുക്കുകയാണ് അല്ലെ, ബൈ അപ്രോപ്രിയേറ്റ് അതോറിറ്റി. അതിന് അംഗീകാരമുള്ള അല്ലെ അതോറിറ്റി എന്ത് ചെയ്യുന്നു, അപ്രൂവൽ കൊടുക്കും. ഓക്കെ, കാൻഡിഡേറ്റ്സ് ഓക്കെ ആണ്, നമുക്ക് അവരെ നിയമിക്കാം എന്നുള്ളൊരു തീരുമാനം എടുക്കും. അതാണ് സെലക്ഷൻ പ്രൊസീജിയറിലെ 6ാമത്തെ സ്റ്റെപ്പ്, ലാസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. ഫൈനലി ബേസ്ഡ് ഓൺ ദ എബോവ് സ്റ്റെപ്സ്, അപ്പൊ നമ്മൾ 5 സ്റ്റെപ്സ് ഓൾറെഡി പറഞ്ഞു. സെലക്ഷൻ പ്രൊസീജിയറിലെ 5 സ്റ്റെപ്സുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിനെ ബേസ് ചെയ്തിട്ട് അപ്പൊ അതിനൊക്കെ കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നമുക്ക് കിട്ടും അല്ലെ. അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു നമ്മൾ, appropriate candidates are recommended for selection by the personnel department or selection committee may hold the responsibility of finalizing the character for the job. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ച്. അപ്പൊ ആരാണ് ഫൈനലില് പറയുന്നത്, റെക്കമെൻഡ് ചെയ്യുന്നത്, ഇന്ന ആളെ നമുക്ക് സെലക്ട് ചെയ്യാം എന്നുള്ളത് ആരാണ്? അപ്രോപ്രിയേറ്റ് അനുയോജ്യമായിട്ട് ആ ജോബ് പൊസിഷൻ അത് നിർവഹിക്കാൻ അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ റെക്കമെൻഡ് ചെയ്യുന്നത് ആരാ? അതിന് റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റ് ഓർ സെലക്ഷൻ കമ്മിറ്റി. Recommended for the selection by the personal department of the selection committee. അണ്ടർലൈൻ ചെയ്ത് വയ്ക്കാം. അവർക്കാണ് എന്തിനുള്ള അധികാരം, റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം ഓഫ് ഫൈനലൈസിംഗ് ദ കാൻഡിഡേറ്റ്സ് ഫോർ ദ ജോബ്. ആ ജോലിയിലേക്ക് കാൻഡിഡേറ്റ്സിനെ എന്താ പറയാ ഫൈനൽ ആക്കാനായിട്ട്, അല്ലെങ്കിൽ നിയമന ഫൈനൽ ഇതാക്കാനായിട്ടുള്ള ആ റെസ്പോൺസിബിലിറ്റി അവർക്കാണ്, റെക്കമെൻഡ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി. Sometimes organization have their own staff to recommend the candidates for final selection by the top management. ഇനി ചിലപ്പോ നമ്മുടെ ഓർഗനൈസേഷൻ ആ ഒരു സ്ഥാപനത്തിന് അവർക്കിടേതായ സ്റ്റാഫ് ഉണ്ടായിരിക്കും to recommend the കാൻഡിഡേറ്റ്സിനെ റെക്കമെൻഡ് ചെയ്യാനായിട്ട് ആ സ്ഥാപനത്തിന് അവർക്ക് സ്വന്തം ഇങ്ങനെ സ്റ്റാഫുകൾ ഉണ്ടാവാം. To final selection by the top management. അതിലേക്ക് ടോപ്പ് മാനേജ്മെന്റിലേക്ക് റെക്കമെൻഡ് ചെയ്യാൻ ആ ഓർഗനൈസേഷന് ചിലപ്പോ അവരുടേതായ സ്വന്തം സ്റ്റാഫുകൾ ഉണ്ടാകാം. Generally, organization assign different authority to approve the final selection to the candidates. എന്ത് ചെയ്യുന്നു, ഓർഗനൈസേഷൻ നിയോഗിക്കുന്നു പല അതോറിറ്റിനെ, ഡിഫറെന്റ് അതോറിറ്റീസ് ടു അപ്രൂവ് ദ ഫൈനൽ സെലക്ഷൻ ഓഫ് ദ കാൻഡിഡേറ്റ്. ഇപ്പൊ ഫൈനൽ സെലക്ഷന് ഈ ഓർഗനൈസേഷൻ പല അതോറിറ്റീനെ എന്ത് ചെയ്യുന്നു, അതിനെ അസൈൻ ചെയ്യാന്ന് വെച്ചാൽ നിയോഗിക്കുന്നു. ഫൈനൽ സെലക്ഷൻ അംഗീകരിക്കുന്നതിന് ആ സ്ഥാപനം അതിന് പല അതോറിറ്റീനെ നിയോഗിക്കുന്നു. അണ്ടർലൈൻ ചെയ്തോട്ടോ. ടു അപ്രൂവ് ദ ഫൈനൽ സെലക്ഷൻ ഓഫ് ദ കാൻഡിഡേറ്റ്സ്. ഞാൻ ചോദിക്കാം അവിടെ, organization assign different dash to approve the final selection of the candidates. ആരെ പല അതോറിറ്റീസിനെ ഈ കാൻഡിഡേറ്റ്സിന്റെ ഫൈനൽ സെലക്ഷൻ അതിനു വേണ്ടി നിയോഗിച്ചിരിക്കുന്നു. On receiving the approval, അപ്പൊ ഇനി ഈ അപ്രൂവല് റിസീവ് ചെയ്തു, ഇപ്പൊ എന്നോട് പറയാണ് എന്നെ ആ പോസ്റ്റിലേക്ക് നിയമിച്ചോ, ഹയർ ചെയ്തോ, അല്ലെങ്കിൽ ആ അപ്രൂവൽ എനിക്ക് കിട്ടി. അന്നേരം എന്ത് ചെയ്യുന്നു, കാൻഡിഡേറ്റ്സിനോട് എന്ത് പറയും? The candidates are told about the selection in the organization. പറയണ്ടേ, നിങ്ങളെ സെലക്ട് ചെയ്തു കേട്ടോ, നിങ്ങളെ ഇത് സെലക്ട് ചെയ്തു, നമ്മള് ഇങ്ങനെ അവർക്കിടയിൽ നിന്ന് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ കാൻഡിഡേറ്റ്സിനോട് പറയണം, സ്വാഭാവികമായിട്ട് നിങ്ങളെ സെലക്ട് ചെയ്തു എന്നുള്ള കാര്യം പറയണം. ആൻഡ് ആർ റിക്വസ്റ്റഡ് ടു റിപ്പോർട്ട് ടു ദ കൺസേൺഡ് പേഴ്സണൽ. എന്നിട്ട് കാൻഡിഡേറ്റ്സിനോട് എന്ത് പറയും? ഇപ്പൊ ഏതൊരു സെക്ഷനിലേക്ക് അല്ലെങ്കിൽ ഏതൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക്, ഏത് പോസ്റ്റിലേക്കാണ് അവരെ അവിടെ സെലക്ട് ചെയ്തേക്കുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സ്റ്റാഫുകൾ ഉണ്ടല്ലോ,
അതിന്റെ ഹെഡ് ആരെങ്കിലും ഒക്കെ ഉണ്ടാകുമല്ലോ, അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആള്, അവരോട് റിപ്പോർട്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നു, കാൻഡിഡേറ്റ്സിനോട് റിക്വസ്റ്റ് ചെയ്യും. നേരെ അവരെ അവിടെ ഇതാക്കുകയല്ല ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ആ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് അവിടെ ഒരു സെലക്ട് ചെയ്തിട്ടുണ്ട് എന്ന് കാൻഡിഡേറ്റ്സിനോട് പറഞ്ഞു കഴിയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു എന്താ പറയാ വരുന്ന ആ ഒരു സെക്ഷനൊക്കെ ഉണ്ടല്ലോ, അതിന്റെ ബന്ധപ്പെട്ട ആളുകൾ, ആ പേഴ്സണൽ കൺസേൺഡ് പേഴ്സൺ, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പേഴ്സണോട് റിപ്പോർട്ട് ചെയ്യാൻ പറയും. എന്നാൽ നമ്മളോട് പറയില്ലേ, നിങ്ങൾ അവിടെ ചെന്നിട്ട് ഇന്ന ആളെ കണ്ടാൽ മതി, അയാൾ വഴിയായിരിക്കും നമ്മളോട് അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് അവർക്ക് കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ ആ ഒരു പാരഗ്രാഫ്? അതിനകത്ത് നമ്മൾ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തു ആ രണ്ട് കാര്യങ്ങൾ, പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റ് ഓർ ദ സെലക്ഷൻ കമ്മിറ്റി മേ ഹോൾഡ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഫൈനലൈസിംഗ് ദ കാൻഡിഡേറ്റ്സ്. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തു. പിന്നെ അതിനകത്ത് നമുക്ക് ഈ ഓർഗനൈസേഷന് സ്വന്തം സ്റ്റാഫ് ഉണ്ട് ഫൈനൽ സെലക്ഷന് വേണ്ടിയിട്ട്, ഇത് ടോപ്പ് മാനേജ്മെന്റിലേക്ക് ഫൈനൽ സെലക്ഷന് വേണ്ടിയിട്ട് ചിലപ്പോ ഓർഗനൈസേഷന് സ്വന്തം സ്റ്റാഫ് ഉണ്ടാക്കാം എന്നുള്ളത് പറഞ്ഞു. പിന്നെ അടുത്തത് പല അതോറിറ്റീസിനെ ഓർഗനൈസേഷൻ നിയോഗിച്ചിട്ടുണ്ട് കാൻഡിഡേറ്റ്സിനെ സെലക്ഷൻ ചെയ്യാൻ, ഫൈനൽ സെലക്ഷന് വേണ്ടിയിട്ട്. പിന്നെ അടുത്തത് നമ്മൾ പറഞ്ഞത് ഈ നമ്മൾ ആ കാൻഡിഡേറ്റ്സിനോട് സെലക്ഷൻ എന്നുള്ള ആ ഒരു ഇത് നമുക്ക് അറിയിച്ചു കഴിഞ്ഞാല് കാൻഡിഡേറ്റ്സിനോട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റാഫ്, പേഴ്സണൽ പറഞ്ഞ സ്റ്റാഫ്, അവരോട് റിപ്പോർട്ട് ചെയ്യാൻ പറയും. അതും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. And the requested to report to the concerned personnel. ഇനി അപ്പൊ അത്രയാണ് നമ്മൾ സെലക്ഷൻ പ്രൊസീജിയർ, ഫൈനൽ സ്റ്റെപ്പ്. ആ കാൻഡിഡേറ്റ്സിനെ അവിടെ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്തു, ഓക്കെ, അപ്രൂവൽ കൊടുത്തു. ഇനി നെക്സ്റ്റ് ആണ് പ്രിലിമിനറി ഇന്റർവ്യൂ. പ്രിലിമിനറി ഇന്റർവ്യൂ, പ്രിലിമിനറി പ്രാഥമിക അഭിമുഖം എന്ന് പറയും അല്ലെ. എന്താണ് preliminary interview നോക്കി? The first step in the process of selection is the preliminary interview. സെലക്ഷൻ പ്രോസസ്സിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. ആദ്യം നമ്മളിപ്പോ ചെല്ലുമ്പോൾ തന്നെ എന്താ, നമ്മളെ ഒരു ജസ്റ്റ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും, അല്ലാതെ വലിയ ഡീറ്റെയിൽഡ് ഇന്റർവ്യൂ അല്ല, പ്രാഥമിക അഭിമുഖം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പ്രോസസ് ഓഫ് സെലക്ഷൻ ഈസ് ദ പ്രിലിമിനറി ഇന്റർവ്യൂ. After it, ഇനി ആ പ്രിലിമിനറി ഇന്റർവ്യൂവിന് ശേഷം it has used various recruitment sources and method to recruit the candidates. കാൻഡിഡേറ്റ്സിനെ റിക്രൂട്ട് ചെയ്യാൻ പല റിക്രൂട്ട്മെന്റ് സോഴ്സസ്, മെത്തേഡ് ഓർഗനൈസേഷൻ ഉപയോഗിക്കും. അല്ലാതെ വരുമ്പോ തന്നെ നമ്മൾ പല വലിയ ഡീറ്റെയിലോട്ട് പോകണ്ട. ഇപ്പൊ ഞാനാണെങ്കിൽ ഇപ്പൊ ഒരു ഇന്റർവ്യൂവിനോ അല്ലെങ്കിൽ നമ്മൾ ഓരോ സ്ഥാപനത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മളോട് ജസ്റ്റ് ബേസിക് ആയിട്ട്, അതെന്ന് പറഞ്ഞാൽ ഫോർമൽ ഒന്നും അല്ല, ഇൻഫോർമൽ ആയിട്ട് വേണമെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ, അതാണ് പ്രിലിമിനറി പ്രാഥമിക അഭിമുഖം എന്ന് പറയും. അപ്പൊ എന്നോട് ഇങ്ങനെ വെറുതെ ചോദിക്കാണ് എന്താണ് അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ, അല്ലെങ്കിൽ എത്ര സാലറി നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യം ചെല്ലുമ്പോൾ ചോദിക്കുമ്പോ ഞാൻ പറയുമല്ലോ. അപ്പൊ ഞാൻ പറയാണ് ഒരു 50,000 സാലറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ കമ്പനി 10,000 കൊടുക്കാനുള്ളൂ, പിന്നെ അയാളെ അടുത്ത പ്രൊസീജിയറിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ഒക്കെ ആണെങ്കിൽ നോക്കുമ്പോൾ നമുക്ക് ഒട്ടും ആപ്റ്റ് അല്ലെങ്കിൽ പിന്നെ ആ ഒരു നെക്സ്റ്റ് പ്രൊസീജിയറിലേക്ക് പോകണ്ട. അതാണ് നമ്മുടെ പ്രിലിമിനറി ഇന്റർവ്യൂവിന്റെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ. കുറെ പേരുകൾ നമുക്ക് വേണമെങ്കിൽ ആ പ്രിലിമിനറി ഇന്റർവ്യൂവിലൂടെ തന്നെ ഒഴിവാക്കാൻ പറ്റും. പ്രാഥമിക അഭിമുഖം എന്ന് പറയും. Okay, the first step in the process of selection is the preliminary interview. Underline ചെയ്തോട്ടോ. After it, ഇനി പ്രിലിമിനറി ഇന്റർവ്യൂവിന് ശേഷം, അപ്പൊ പ്രിലിമിനറി ഇന്റർവ്യൂ നടത്തി ആ കാൻഡിഡേറ്റ്സ് ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, and it is used various recruitment sources and method to recruit the candidates. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ പല റിക്രൂട്ട്മെന്റ് സോഴ്സുകൾ അല്ലെങ്കിൽ പല മെത്തേഡുകൾ ഉപയോഗിക്കും കാൻഡിഡേറ്റ്സിനെ റിക്രൂട്ട് ചെയ്യാൻ. A preliminary interview is a brief interview. അണ്ടർലൈൻ ചെയ്തേ, വളരെ ഇമ്പോർട്ടന്റ് ആണ്, മിക്ക ക്വസ്റ്റ്യൻ പേപ്പറും കാണാറുണ്ട്. പ്രിലിമിനറി ഇന്റർവ്യൂ ഈസ് എ ഡാഷ് ഇന്റർവ്യൂ ഈസ് എ ബ്രീഫ് ഇന്റർവ്യൂ. അങ്ങനെ ചോദിക്കാം. പ്രിലിമിനറി ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഇന്റർവ്യൂ ആണ്. ഇൻ വിച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ലൈക്ക്, അപ്പൊ എന്തൊക്കെയാ അവിടെ ചോദിക്കുന്നത്? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആ ചോദിക്കുന്നത്. എന്തൊക്കെയാ? സ്കിൽസ്, എക്സ്പീരിയൻസ്, അവർക്കുടെ സാലറി എക്സ്പെക്ടേഷൻ. കണ്ട, ഞാൻ പറഞ്ഞില്ലേ എത്ര സാലറി പ്രതീക്ഷിക്കുന്നുണ്ട് ഓഫ് ദി കാൻഡിഡേറ്റ്സ് ആർ ആസ്ക്ഡ്. ഇങ്ങനെയുള്ള കുഞ്ഞു ക്വസ്റ്റ്യൻസ്. ബ്രീഫ് ഇന്റർവ്യൂ ആണ് പ്രിലിമിനറി ഇന്റർവ്യൂ. എല്ലാവരും അണ്ടർലൈൻ ചെയ്തിട്ടത്.
is a brief interview in which simple questions like the skills, experience, and salary expectation of the candidates are asked. Okay. അണ്ടർലൈൻ ചെയ്തോ? ചോദിക്കാറുണ്ട് കേട്ടോ. ബ്രീഫ് ഇന്റർവ്യൂ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് അവിടെ ചോദിക്കുന്നത്. പ്രിലിമിനറി ഇന്റർവ്യൂ. ഓക്കെ, അണ്ടർലൈൻ ചെയ്തോ? ഇവിടെ പോയി ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ടാണ് ആളുടെ ഒരു എനർജി ഇല്ലാതെ ഇങ്ങനെ ഇരിക്കണേ. ഒരു തമ്പൊക്കെ തന്നേ എന്നാലല്ലേ. ഞാൻ പ്രത്യേകം പറഞ്ഞു വെച്ച ക്ലാസ് ആണ് കേട്ടോ. വെച്ചാൽ കഴിഞ്ഞ വ്യാഴാഴ്ച നമ്മുടെ ക്ലാസ് പോയി, ആഴ്ചയിൽ ഒരു ക്ലാസ് കിട്ടണുള്ളൂ. അപ്പൊ ആ ആഴ്ചയിലെ ക്ലാസ് മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പോർഷൻസ് ഉണ്ടാവില്ല. ഇത്രയും പോർഷൻസ് എക്സാമിന് മുന്നേ കവർ ചെയ്യണമെന്നുണ്ട്. ഇന്നത്തെയും കൂടി നമ്മളോട് പറഞ്ഞിട്ടുള്ള പോർഷൻ ആണ്. അപ്പൊ അത് കവർ ചെയ്യാനാണ് ഞാൻ പ്രത്യേകം പെർമിഷൻ റിക്വസ്റ്റ് ചെയ്തിട്ട് വെച്ച ഒരു ക്ലാസ് ആണ്. ഓക്കെ, മനസ്സിലായല്ലോ അല്ലെ? കഴിഞ്ഞ 2-3 ദിവസം ഞാൻ ലീവായിരുന്നു. വിശേഷം ഒന്നും അധികം പറയാനുള്ള. എന്റെ അച്ഛൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് 2-3 ദിവസം ലീവൊക്കെ ആയതുകൊണ്ടാട്ടോ കഴിഞ്ഞ വ്യാഴാഴ്ച നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ പറഞ്ഞ് ക്ലാസ് വെച്ചത്. ഓക്കെ ഓക്കെ അല്ലേ? ഇന്നും കയറുന്ന കുട്ടികളൊക്കെ കയറിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ യെസ്. എന്നിട്ട് അപ്പൊ പിന്നെ നെക്സ്റ്റ് എന്താ നമ്മൾ പറഞ്ഞത്? ഇനി നോക്കിയേ, പ്രിലിമിനറി ഇന്റർവ്യൂ enabled organization to reject the applicants who are unsuitable for the job because they are either unqualified or unsuitable for the job. ഇതെന്ന് വെച്ചാൽ നമുക്ക് ആ ഫസ്റ്റ് പ്രിലിമിനറി ഇന്റർവ്യൂ, പ്രാഥമിക അഭിമുഖം, അതിലൂടെ തന്നെ നമുക്ക് പല കാൻഡിഡേറ്റ്സിനെ റിജക്ട് ചെയ്യാൻ പറ്റും. റിജക്ട് ദ ആപ്ലിക്കൻസ് അൺസ്യൂട്ടബിൾ. അപ്പൊ ആ ജോലിക്ക് സ്യൂട്ടബിൾ അല്ലാത്ത ആ കാൻഡിഡേറ്റ്സിനെ നമുക്ക് അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? റിജക്ട് ചെയ്യാം. വെറുതെ ഇനി അവർ അടുത്ത പ്രൊസീജിയറിലേക്ക് ഒന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ. അതാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പ്രിലിമിനറി ഇന്റർവ്യൂ enables the organization to reject the applicants. എങ്ങനെയുള്ളവരെ റിജക്ട് ചെയ്യുന്നത്? ആർ നോട്ട് അൺസ്യൂട്ടബിൾ ഫോർ ദ ജോബ്. ആ ജോലിക്ക് അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നമുക്ക് ആ പ്രിലിമിനറി ഇന്റർവ്യൂവിലൂടെ തന്നെ നമുക്ക് റിജക്ട് ചെയ്യാം എന്നാ പറയുന്നത്. Organization must ensure that the elimination process does not lead to unnecessary rejection or elimination of desirable candidates. അപ്പൊ ഒരു കാര്യം, നമ്മളിപ്പോ പ്രിലിമിനറി ഇന്റർവ്യൂവിൽ എല്ലാവരെയും അങ്ങ് റിജക്ട് ചെയ്യാൻ പറ്റൂല്ലോ. അപ്പൊ ഒരു കാര്യം ഓർഗനൈസേഷൻ ഉറപ്പുവരുത്തണം. എന്താ? എലിമിനേഷൻ പ്രോസസ് does not lead to unnecessary rejection. അനാവശ്യമായിട്ടുള്ള റിജക്ഷൻ നടത്തുന്നില്ല എന്നുള്ളത് ഓർഗനൈസേഷൻ അവിടെ ഉറപ്പുവരുത്തണം. ഓക്കെ, അല്ലെങ്കിൽ അഭികാമ്യമായിട്ടുള്ള, അതിന് ഡിസറബിൾ കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ ആ ജോലിക്ക് ആപ്റ്റ് ആയിട്ടുള്ള അഭികാമ്യമായ കാൻഡിഡേറ്റ്സിനെ ഒന്നും റിജക്ട് ചെയ്യുന്നില്ല, അവരെ എലിമിനേറ്റ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം ആ ഓർഗനൈസേഷൻ ഉറപ്പുവരുത്തണം. Organization must ensure that elimination process എന്തിലേക്ക് നയിക്കുന്നില്ല? അൺനെസസറി, അനാവശ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ അവര് റിജക്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അഭികാമ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ റിജക്ട് ചെയ്യുന്നില്ല, എലിമിനേറ്റ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം എന്ത് ചെയ്യണം? ഓർഗനൈസേഷൻ എലിമിനേഷൻ പ്രോസസ്സിൽ ഉറപ്പുവരുത്തണം. ഓക്കെ, അങ്ങനെയുള്ളവരെ ഒന്നും എലിമിനേറ്റ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. Next, okay, the face-to-face method can be used for the preliminary interview. Face-to-face method ആണ് ഉപയോഗിക്കുന്നത്. അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. The face-to-face method can be used for the preliminary interview. രണ്ട് സെന്റൻസ് ആ മുകളിലെ പാരഗ്രാഫിൽ അണ്ടർലൈൻ ചെയ്തിരുന്നു കേട്ടോ. പ്രിലിമിനറി ഇന്റർവ്യൂ ഇസ് എ ബ്രീഫ് ഇന്റർവ്യൂ എന്നുള്ള സെന്റൻസ് ഇല്ലേ, അതും നെക്സ്റ്റ് സെന്റൻസും കൂടി. Preliminary interview enable the organization to reject the applicant who are unsuitable for the job. അത്രയും മതി. രണ്ട് സെന്റൻസും അണ്ടർലൈൻ ചെയ്തിട്ടുള്ള ഇമ്പോർട്ടന്റ് ആണ്. മുകളിലത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളതും പ്രിലിമിനറി ഇന്റർവ്യൂ എന്നുള്ളതും അണ്ടർലൈൻ ചെയ്യണം. ഇനി the face-to-face method can be used for the preliminary interviews. ഏത് മെത്തേഡ് ഉപയോഗിക്കണേ? face-to-face method. The organization, in order to save their time, usually conducted interview over the phone where there are many applicants for the single job opening. ഒരു ചെറിയൊരു ജോബ് ഓപ്പണിംഗിൽ കുറെ കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിലേ ഓർഗനൈസേഷനിൽ ഫോണിലൂടെ വേണമെങ്കിൽ ഇന്റർവ്യൂ നടത്താം. അപ്പോ അങ്ങനെ വരുമ്പോ എന്താ? ആ സ്ഥാപനത്തിന് അവരുടെ സമയം ലാഭിക്കാൻ പറ്റും എന്നാ പറയുന്നത്. Save their time, usually conducted interview over the phone. ഒന്ന് അണ്ടർലൈൻ ചെയ്തോ.
അല്ലെ? അപ്പൊ ഒരേ ടൈമില് നമുക്ക് കുറെ കാൻഡിഡേറ്റ്സിന് നമുക്ക് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റും. ഓരോരുത്തരെ വിളിച്ച് ഇന്റർവ്യൂ ചെയ്യുന്നതിനേക്കാള് ഫോണിലൂടെയുള്ള ഇന്റർവ്യൂ ആകുമ്പോഴേ നമുക്ക് ഓർഗനൈസേഷന് കുറച്ച് സമയം ലാഭിക്കാൻ പറ്റും എന്നാ പറഞ്ഞേക്കുന്നത്. ക്രിയേറ്റിംഗ് എ വീഡിയോ ടൈപ്സ്. ഇനി അടുത്ത വീഡിയോ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻ വിച്ച് ദ സെവറൽ ആപ്ലിക്കൻസ് ആർ ആസ്ക്ഡ് ദ സെയിം ക്വസ്റ്റ്യൻ ടു ആൻസർ. ഒരു ടൈപ്പില് നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു വീഡിയോ ടൈപ്പ് ഇതാക്കിയിട്ട് അങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ കാൻഡിഡേറ്റ്സിനോടും ആ സെയിം ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് അവിടെ ഇതാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ വരുമ്പോഴും ആ വീഡിയോ ടൈപ്സ് വഴിയും അല്ലെങ്കിൽ ഫോണിലൂടെയൊക്കെ നമ്മൾ പ്രിലിമിനറി ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുമ്പോൾ സ്ഥാപനത്തിൽ കുറെ സമയം ലാഭിക്കാൻ പറ്റുമെന്ന് പറഞ്ഞേക്കുന്നത്. is another technique used by the recruitment agencies. പല റിക്രൂട്ട്മെന്റ് ഏജൻസി ഉപയോഗിക്കുന്ന മറ്റൊരു ഒരു എന്താ പറയാ ഒരു സംവിധാനമാണ് ക്രിയേറ്റിംഗ് എ വീഡിയോ ടേപ്സ് എന്ന് പറയുന്നത്. അതിൽ കൂടിയുള്ള ഇന്റർവ്യൂ in which the several applicants ask the same questions to answer is another technique. മറ്റൊരു ടെക്നിക്കാണ് റിക്രൂട്ട്മെന്റ് ഏജൻസീസ് ഉപയോഗിക്കുന്ന മറ്റൊരു ടെക്നിക്കാണ് ഇത്, ക്രിയേറ്റിംഗ് എ വീഡിയോ ടേപ്സ് എന്ന് പറയുന്നത്. Then അടുത്ത് നോക്കിയേ, at last the organization received the video tapes. എന്നിട്ട് അപ്പൊ അവരുമായിട്ടുള്ള ഇന്റർവ്യൂ ഇല്ലേ, അതിന്റെ വീഡിയോ ടൈപ്പ് ഓർഗനൈസേഷൻ സ്വീകരിക്കും. This technique speed up the screening process. ഈ ടെക്നിക്ക് നമ്മുടെ സ്ക്രീനിങ് പ്രോസസ്സിനെ സ്പീഡ് അപ്പ് ചെയ്യുന്നു. It is very impersonal. പക്ഷെ ഒരു കാര്യം ഉണ്ട്, എന്താ ഇംപേഴ്സണൽ ആണ്, പേഴ്സണൽ ആയിട്ടൊന്നും അല്ല. നമ്മുടെ ക്വസ്റ്റ്യൻസ് ഓൾറെഡി അവിടെ ഉണ്ട് അല്ലെ. ഇംപേഴ്സണൽ ആൻഡ് റിജിഡ്, കുറച്ചും കൂടി കർശനമായിട്ടാണ്. അങ്ങനെ വീഡിയോ ടൈപ്പിലൂടെ ഒക്കെ ഇന്റർവ്യൂ ഇത് വരില്ലേ, അത് ഇങ്ങനെയാ വളരെ പേഴ്സണൽ വ്യക്തിപരമൊന്നും അല്ല, റിജിഡ് ആണ്. അത് കുറച്ചും കൂടി റിജിഡ് ആയിട്ടുള്ളതാണ്. ഓക്കെ, ദിസ് ടെക്നിക് സ്പീഡ് അപ്പ് ദ സ്ക്രീനിങ് പ്രോസസ് വിത്ത് ദ ഓർഗനൈസേഷൻ ത്രൂ ഇറ്റ് ഈസ് വെരി ഇംപേഴ്സണൽ ആൻഡ് റിജിഡ്. ഫോർ എക്സാമ്പിൾ, ഒരു കുഞ്ഞ് എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. എ പേഴ്സൺ ഹു ഹാവ് നെവർ പ്ലേഡ് സോക്കർ. സോക്കർ എന്ന് പറഞ്ഞാൽ എന്താ? സോക്കർ എന്താ? ഫുട്ബോൾ ആണ് കേട്ടോ, സോക്കർ. In his or her life will be automatically dismissed in the preliminary interview as he or she does not meet certain requirements of being a team member of a soccer team. ഇപ്പൊ നമ്മളെ ഒരു കാൻഡിഡേറ്റ്സ് ഒരിക്കലും ഫുട്ബോൾ കളിക്കാത്ത ഒരു കാൻഡിഡേറ്റ്സ് ആണ്, അവര് പ്രിലിമിനറി ഇന്റർവ്യൂവിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഡിസ്മിസ് ചെയ്യൂലേ, അല്ലെ? അവരെ ഒഴിവാക്കാൻ പറ്റൂലേ നമ്മള്? ഒരിക്കലും ഇപ്പൊ നമ്മളോട് വന്ന് ഇങ്ങനെ ചോദിക്കാണ്, എത്ര നാളായി ഫുട്ബോളില് ഇതുണ്ടെന്ന് പറഞ്ഞാൽ ഇതുവരെയും കളിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ നമ്മൾ അതിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ഡിസ്മിസ്ഡ് ആവില്ലേ, നെക്സ്റ്റ് ഇതിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്നാ പറഞ്ഞേക്കണത്. ഉണ്ടോ? അതാണ് ഒരു ചെറിയൊരു എക്സാമ്പിൾ. ഒരു വ്യക്തി ഒരിക്കലും ഫുട്ബോൾ കളിക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹം ഇന്റർവ്യൂല്, അതായത് ഓട്ടോമാറ്റിക്കലി ആ പ്രിലിമിനറി ഇന്റർവ്യൂല് ഡിസ്മിസ് ആവും, അവിടെ നിന്ന് മാറ്റും അവരെ. As he or she does not meet the certain requirement of being a team member of a soccer team. ഒരു സോക്കർ ടീമിന്റെ ടീം മെമ്പർ ആകാനുള്ള ഒരു ആവശ്യകതയും അവര് പാലിക്കുന്നില്ല. എന്നുവെച്ചാൽ ഒരു കളി പോലും കളിച്ചിട്ടില്ല, അപ്പൊ എന്തെങ്കിലും ഒന്നും അവർക്കൊരു ഇതില്ലല്ലോ. അപ്പൊ അവര് ആ പ്രിലിമിനറി ഇന്റർവ്യൂവിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്മിസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആയോ? അത് ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓർഗനൈസേഷൻ നമ്മൾ ഫോണിലൂടെ ഇന്റർവ്യൂ ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാ? അവർക്കുടെ ടൈം ലാഭിക്കാൻ, സേവ് ദർ ടൈം. പിന്നെ അടുത്തത് ക്രിയേറ്റിംഗ് എ വീഡിയോ ടൈപ്പ്, അതും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്യുന്നു കേട്ടോ. 3 സെന്റൻസും അവിടെ അണ്ടർലൈൻ ചെയ്തിട്ടോ. ഇനി നെക്സ്റ്റ് നോക്കിയേ, എ പ്രിലിമിനറി ഇന്റർവ്യൂ ഷുഡ് ബി, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാരഗ്രാഫ് ആണത്. എ പ്രിലിമിനറി ഇന്റർവ്യൂവർ എന്നാക്കിക്കോട്ടെ. അത് ഇന്റർവ്യൂവർ ആണ്, പ്രിലിമിനറി ഇന്റർവ്യൂ ചെയ്യുന്ന ആള്. എ പ്രിലിമിനറി ഇന്റർവ്യൂവർ should be someone who encourages the confidence. കോൺഫിഡൻസിനെ പ്രോത്സാഹിപ്പിക്കണം. ഒരു ഇന്റർവ്യൂവർ, എ പ്രിലിമിനറി ഇന്റർവ്യൂവർ ആ കാൻഡിഡേറ്റ്സിന്റെ കോൺഫിഡൻസിനെ എൻകറേജ് ചെയ്യണം. ഈ സിൻസിയർലി ഇൻട്രസ്റ്റഡ് ഇൻ പീപ്പിൾ, അവര് ആത്മാർത്ഥമായിട്ട് ആ കാൻഡിഡേറ്റ്സിനോട് താല്പര്യമുള്ള ആളായിരിക്കണം. ആൻഡ് ഹാസ് ദ റീസണബിളി റിലയബിൾ ജഡ്ജ്മെന്റ്.
ഒരു ന്യായമായിട്ടുള്ള ജഡ്ജ്മെന്റ് നടത്തുന്ന ഒരാളായിരിക്കണം. വെൻ ഇറ്റ് കംസ് ടു ജഡ്ജിങ് ആപ്ലിക്കൻസിനെ ജഡ്ജ് ചെയ്യുമ്പോൾ, ഇപ്പൊ എന്റെ റിലേറ്റീവ് ആരെങ്കിലും അവിടെ വരുന്നുണ്ട്, ഇന്റർവ്യൂക്ക് വരുന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ അവരോട് ഒരു ഇതൊന്നും കാണിക്കാൻ പറ്റില്ല. ചിലപ്പോൾ അവര് മോശമായിട്ടാണെങ്കിൽ എന്റെ റിലേറ്റീവ് അല്ലേ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ എനിക്ക് ആ പോസ്റ്റിലേക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു ഇതൊന്നും പേഴ്സണൽ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഒന്നും കാണിക്കാൻ പാടില്ല. ന്യായമായിട്ടുള്ള ജഡ്ജ്മെന്റ് നടത്തുന്ന ആളായിരിക്കണം. ഇതാണ് എ പ്രിലിമിനറി ഇന്റർവ്യൂവർ. അണ്ടർലൈൻ ചെയ്തിട്ടോ? അതായത് തന്നെ നമ്മൾ ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ തന്നെ കാൻഡിഡേറ്റ്സിന്റെ അടുത്ത് നമ്മളൊരു നല്ലൊരു ഇതോടുകൂടി നമ്മളൊരു ക്ഷയിക്കാനൊക്കെ കൊടുത്തിട്ടൊക്കെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ലേ കാൻഡിഡേറ്റ്സ്? അപ്പൊ അങ്ങനെ കോൺഫിഡൻസ് കൊടുക്കണം. ഈ കാൻഡിഡേറ്റ്സിനൊക്കെ ഒരു നല്ലൊരു കോൺഫിഡൻസ് കൊടുക്കാൻ പറ്റുന്ന, ആ ആളുകളോട് നല്ല താല്പര്യമുള്ള, ആത്മാർത്ഥതയുള്ള, പിന്നെ അതുപോലെ നല്ല റിലയബിൾ, വിശ്വസനീയമായിട്ടുള്ള ജഡ്ജ്മെന്റ് നടത്തുന്ന ആളായിരിക്കണം പ്രിലിമിനറി ഇന്റർവ്യൂവർ. ഇനി അപ്പാർട്ട് ഫ്രം ദീസ് ക്വാളിറ്റീസ്, ഈ ക്വാളിറ്റിക്ക് പുറമെ ഒരു പ്രിലിമിനറി ഇന്റർവ്യൂവർ എങ്ങനെയായിരിക്കണം? വളരെ ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്തിട്ടോ. പ്രിലിമിനറി ഇന്റർവ്യൂവർ ഷുഡ് ബി പൊളൈറ്റ് ആയിരിക്കണം, ഫ്രണ്ട്ലി, നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളായിരിക്കണം, ഓപ്പൺ മൈൻഡഡ്, തുറന്ന ഒരു മനസ്സുള്ള ഒരാളായിരിക്കണം. അണ്ടർലൈൻ ചെയ്തോ? ഇനിയുള്ള ഫ്രണ്ട്ലി ആയിട്ടുള്ള, അതുപോലെ തന്നെ ഓപ്പൺ മൈൻഡഡ്, മര്യാദയുള്ള നല്ലൊരു തുറന്ന ഒരു മനസ്സുള്ള ഒരാളായിരിക്കണം പ്രിലിമിനറി ഇന്റർവ്യൂവർ. ഈ ക്വാളിറ്റിക്ക് പുറമെ ഈ ഒരു ഇന്റർവ്യൂവർ എങ്ങനെയായിരിക്കണം? പൊളൈറ്റ്, ഫ്രണ്ട്ലി, ഓപ്പൺ മൈൻഡഡ്. 3 കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്തോ? എങ്ങനെയായിരിക്കണം? പ്രിലിമിനറി ഇന്റർവ്യൂവർ ഷുഡ് ബി പൊളൈറ്റ്, ഫ്രണ്ട്ലി, ഓപ്പൺ മൈൻഡഡ്. അണ്ടർലൈൻ ചെയ്തോ? ഓക്കെ. സ്ക്രീൻ ഇവിടെ തമ്പുണ്ടല്ലേ? സ്ക്രീൻ ഷെയർ ചെയ്തേക്കണ കാരണം കാണുന്നില്ല, അതിന്റെ ബാക്കിലാണ് നിങ്ങളുടെ തമ്പ് വന്നേ. ഓക്കെ, കുഴപ്പമില്ല, കണ്ടു. ഇനി നെക്സ്റ്റ് നോക്കി, ഹി ഓർ ഷീ ഷുഡ് നോട്ട് ലുക്ക് ഇംപേഷ്യന്റ് ഓർ ഇംപൊളൈറ്റ്. ഇനി അവര് ഒരിക്കലും അക്ഷമരായിട്ടോ, മര്യാദ ഇല്ലാത്തവരോ, അല്ലെങ്കിൽ അക്ഷമരായിട്ടോ ഒന്നും അവരെ കാണാം, അങ്ങനെ ആയിരിക്കരുതെന്ന് അവര്. ഹി ഓർ ഷീ ഷുഡ് നോട്ട് ലുക്ക്, ആ ഒരു രീതിയിൽ അവരെ കാണരുത്, അല്ലെങ്കിൽ അങ്ങനെ ആവാൻ പാടില്ല. ഇംപേഷ്യന്റ് ഓർ ഇംപൊളൈറ്റ്, മര്യാദ ഇല്ലാതെയോ അല്ലെങ്കിൽ അക്ഷമരായിട്ടൊന്നും അവര് അങ്ങനെ ഒരു ഇതോട് കൂടി അവരെ കാണാൻ പാടില്ല. Preliminary interviews are also known as courtesy interviews for this reason. അപ്പൊ ഈ ഒരു കാരണം കൊണ്ട് തന്നെ പ്രിലിമിനറി ഇന്റർവ്യൂ അറിയപ്പെടുന്ന പേരാണ് courtesy interviews. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചത്, മര്യാദയുള്ള, courtesy. പ്രിലിമിനറി ഇന്റർവ്യൂസ് അറിയപ്പെടുന്ന മറ്റു പേരെന്താണ്? courtesy interview. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ പാരഗ്രാഫ്. പ്രിലിമിനറി ഇന്റർവ്യൂവർ കോൺഫിഡൻസ് പ്രോത്സാഹിപ്പിക്കുന്നവനായിരിക്കണം, ഈ ആളുകളിൽ നല്ല താല്പര്യമുള്ള ആളായിരിക്കണം, റിലയബിൾ ജഡ്ജ്മെന്റ് നടത്തുന്ന ആളായിരിക്കണം. ഇത് കൂടാതെ പൊളൈറ്റ്, മര്യാദയുള്ള, അതുപോലെ തന്നെ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള, ഓപ്പൺ മൈൻഡഡ് ഉള്ള ആളായിരിക്കണം. അവരെ ഒരിക്കലും ഇംപേഷ്യന്റ് ആയിട്ടോ ഇംപൊളൈറ്റ് ആയിട്ടോ ഒന്നും കാണാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ പ്രിലിമിനറി ഇന്റർവ്യൂസ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് courtesy interview. Preliminary interviews are also known as courtesy interview. അണ്ടർലൈൻ ചെയ്തില്ലേ? ഓക്കെ അല്ലേ പാരഗ്രാഫ്? ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ആപ്ലിക്കേഷൻ ഫോം. ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുത്തവരുണ്ടോ? ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലൊക്കെ ആപ്ലിക്കേഷൻ ഫോംസ് ഫില്ല് ചെയ്ത് കൊടുത്തവർ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ചോദിക്കുക. രചിത ശിവൻ ഇട്ടിട്ടുണ്ട്, ഫില്ല് ചെയ്ത്. വൈഷ്ണ വിശാഖ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ആപ്ലിക്കേഷൻ ഫോം അല്ലേ? അപ്പൊ നമ്മളൊരു സ്ഥാപനത്തിൽ ഒരു ജോലിയോ എന്തെങ്കിലും വേക്കൻസി ഉണ്ടെന്നൊക്കെ പറയണമെങ്കിൽ അവര് ആദ്യം എന്താ പറയുന്നത്? ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്, ആപ്ലിക്കേഷൻ ഫോം മേടിച്ച് നമ്മൾ അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കണം അല്ലെ? ഇന്റർവ്യൂവിനൊക്കെ മുന്നേ ചെയ്യേണ്ട ഒരു കാര്യമാണ് ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത്. അത് മേടിച്ച് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. അതാണ് ആദ്യം. Application forms or application blanks. Underline ചെയ്തു വെച്ചാൽ തന്നെ ഫസ്റ്റ് സെന്റൻസ് തന്നെ, application forms is also known as application blanks are used to gain basic details about the candidates. Candidatesനെ കുറിച്ചുള്ള ബേസിക് അടിസ്ഥാന വിവരങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ടാണ് ആപ്ലിക്കേഷൻ ഫോംസ് ഉപയോഗിക്കുന്നത്.
Application forms or application blanks are used to gain basic details about the candidates. Candidatesനെ കുറിച്ചുള്ള പ്രാഥമിക വിവരങ്ങൾ അത് നേടുന്നതിന് വേണ്ടിയിട്ടാണ് application forms ഉപയോഗിക്കുന്നത്. It helps to identify the candidates in this area that prove to be a great help in discussion during the interview. ഇനി എന്തിനു സഹായിക്കുന്നു ഈ ആപ്ലിക്കേഷൻ ഫോം? ഐഡന്റിഫൈ ദ കാൻഡിഡേറ്റ്സ് ഇൻ ദിസ് ഏരിയ. അവരുടെ താല്പര്യ മേഖലകൾ ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നു. ആൻഡ് ദാറ്റ് പ്രൂവ് ടു ബി എ ഗ്രേറ്റ് ഹെൽപ്പ്. ഇനി എന്താ, നമ്മള് ഇന്റർവ്യൂവില് ഡിസ്കഷൻ ഇല്ലേ, അതിനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇന്റർവ്യൂ ഒക്കെ നടത്തുമ്പോൾ നമ്മളിപ്പോ ഇന്റർവ്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം അവർ എടുത്തു വെക്കും. അപ്പൊ കുറച്ച് ഡീറ്റെയിൽസ് ഇന്റർവ്യൂവറിന് ആ ആപ്ലിക്കേഷൻ ഫോമിൽ നിന്ന് തന്നെ കിട്ടൂലേ അല്ലെ? അതൊന്ന് ക്ലിയർ ചെയ്യാനൊക്കെ ആയിട്ട് എന്താണ്, it helps. Application forms helps in discussion during the interview. ഇന്റർവ്യൂല് ആ ഡിസ്കഷന് ഈ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യും. അതായത് ഇപ്പൊ ഇന്റർവ്യൂ ചെയ്യാനേ വെറുതെ നമ്മളെ ഇന്റർവ്യൂ ചെയ്യല്ല. അപ്പൊ നമ്മുടെ ഇന്റർവ്യൂ ചെയ്യാനിരിക്കുകയാണെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കും. അപ്പൊ ഒന്നുകൂടി നമ്മളൊന്ന് നോക്കാൻ പറ്റുമല്ലോ അതിന്. അങ്ങനെ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ആൻ എഫക്റ്റീവ് വേ ഓഫ് കളക്ടിങ് ദ കാൻഡിഡേറ്റ്സ് പ്രീവിയസ് ഇൻഫർമേഷൻ. അണ്ടർലൈൻ ചെയ്തിട്ട് കാൻഡിഡേറ്റ്സിന്റെ മുന്നുള്ള വിവരങ്ങള്, പ്രീവിയസ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനായിട്ട് ഒരു നല്ലൊരു മാർഗമാണ് ഈ ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ എഫക്റ്റീവ് വേ ഓഫ് കളക്ടിങ് ദ കാൻഡിഡേറ്റ്സ് പ്രീവിയസ് ഇൻഫർമേഷൻ. കാൻഡിഡേറ്റ്സിന്റെ മുന്നുള്ള വിവരങ്ങള് കളക്ട് ചെയ്യാനുള്ള ഒരു ഫലപ്രദമായിട്ടുള്ള മാർഗമാണ്. It also helps to pass the candidate's detail to the management and other member of the interview panel and also facilitate data storage for the future use. ഒന്ന് അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. ഇനി ആപ്ലിക്കേഷൻ ഫോം എന്തിനൊക്കെ സഹായിക്കുന്നേ? To pass the candidate's detail to the management. മാനേജ്മെന്റിന്റെ കാൻഡിഡേറ്റ്സിന്റെ ഡീറ്റെയിൽസ് പാസ് ചെയ്യാൻ അല്ലേ? കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ മാനേജ്മെന്റിന് പാസ് ചെയ്യാൻ ആപ്ലിക്കേഷൻ ഫോമിന് സഹായിക്കും. ആൻഡ് അതർ മെമ്പർ ഓഫ് ദ ഇന്റർവ്യൂ പാനൽ. ഇന്റർവ്യൂ പാനലിലെ മറ്റുള്ള മെമ്പർമാരില്ലേ, അവർക്കും കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ വെളിപ്പെടുത്താൻ ഈ ആപ്ലിക്കേഷൻ ഫോം സഹായിക്കുന്നു. പിന്നെ അതുകൂടാതെ ഒരു കാര്യം കൂടിയുണ്ട്, ഫ്യൂച്ചർ യൂസിന് നമുക്ക് ആ സ്ഥാപനത്തിന് ആ ഡേറ്റ സ്റ്റോർ ചെയ്യാനും സൗകര്യം ഒരുക്കുന്നു. And also facilitate data storage for use, future use. പിന്നീട് ഇനി ആപ്ലിക്കൻസിനെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ പിന്നെ നമ്മൾ ചോദിക്കണ്ട, നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം ഓൾറെഡി ഉണ്ടല്ലോ. അതാണ് ഫ്യൂച്ചർ യൂസിനുള്ള ഡേറ്റ സ്റ്റോർ ചെയ്യാനും ആപ്ലിക്കേഷൻ ഫോം ഹെൽപ്പ് ചെയ്യുന്നു. 3 കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. ആപ്ലിക്കേഷൻ ഫോം എന്തിനൊക്കെ സഹായിക്കുന്നുള്ളത്? മാനേജ്മെന്റിന് ഡീറ്റെയിൽ കൊടുക്കാൻ, ഇന്റർവ്യൂ പാനലിലെ മെമ്പേഴ്സിനെ കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടാൻ, പിന്നെ ഫ്യൂച്ചർ യൂസിന് നമുക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യാനും ആപ്ലിക്കേഷൻ ഫോം ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സിൻസ് ദ ആപ്ലിക്കേഷൻ ഫോം ഓർ ആപ്ലിക്കേഷൻ ബ്ലാങ്ക് ഈസ് ഫിൽഡ് ബൈ ദ കാൻഡിഡേറ്റ്സ് ഇറ്റ്സ് ഓൺ ഹാൻഡ് റൈറ്റിംഗ്. അണ്ടർലൈൻ ചെയ്തോ. ഇത് നമ്മളിപ്പോ എന്റെ ആപ്ലിക്കേഷൻ ഫോം വേറെ ആരെങ്കിലും ഫില്ല് ചെയ്താൽ മതിയോ? ആര് തന്നെ ഫില്ല് ചെയ്യണമെന്നാ ശരിക്കും ആപ്ലിക്കേഷൻ ഫോം ആര് തന്നെ ഫില്ല് ചെയ്യണം? കാൻഡിഡേറ്റ്സ് തന്നെ അവരുടെ ഹാൻഡ് റൈറ്റിംഗിൽ തന്നെ ഫില്ല് ചെയ്യണം എന്നാണ് ശരിക്കും നിയമം. അങ്ങനെ ചെയ്യണം എന്നാണ്. It proves to be useful tool for analyzing his personality and suitability to the organization. അപ്പോൾ കാൻഡിഡേറ്റ്സ് തന്നെ ഫില്ല് ചെയ്യുമ്പോഴേ അപ്പോ അവര് തന്നെ അവരുടെ ഹാൻഡ് റൈറ്റിംഗിൽ ഫില്ല് ചെയ്യുമ്പോൾ ഒരു കാര്യമുണ്ട്, എന്താ, ഇതൊരു നല്ലൊരു ടൂളാണ് ആ കാൻഡിഡേറ്റ്സിനെ അനലൈസ് ചെയ്യാൻ, വിശകലനം ചെയ്യാനായിട്ട്. അവരുടെ പേഴ്സണാലിറ്റി, അതുപോലെ തന്നെ ആ ഓർഗനൈസേഷനിൽ ആ കാൻഡിഡേറ്റ്സിന്റെ സ്യൂട്ടബിലിറ്റി, ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യും. ആ സ്വന്തം ഹാൻഡ് റൈറ്റിംഗിൽ നമ്മൾ തന്നെ ഫില്ല് ചെയ്യുമ്പോൾ useful tool for analyzing his personality and the suitability to the organization. ഇനി ആപ്ലിക്കേഷൻ ഫോം either detailed or conscious. കൺസൈൻസ് എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയാന്നാട്ടോ. കൺസൈസ് എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആവാം, അല്ലെങ്കിൽ എന്താ ചുരുക്കം ആകാം. അത് എന്തിനാ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ഡിപ്പെൻഡിങ് അപ്പോൺ ദ പ്രിഫറൻസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷന്റെ ഇതൊക്കെ അനുസരിച്ച് നമ്മൾ ആപ്ലിക്കേഷൻ ഫോം ചിലപ്പോ എല്ലാ സ്ഥാപനത്തിലെ ആപ്ലിക്കേഷൻ ഫോം ഒരുപോലെ ആയിരിക്കണം എന്നില്ല അല്ലെ? എല്ലാ സ്ഥാപനത്തിലും ആയിരിക്കണമെന്നില്ല. അത് ആ ഒരു ഓർഗനൈസേഷനെ ഡിപ്പെൻഡ് ചെയ്ത് അത് ചിലപ്പോൾ ഡീറ്റെയിൽഡ് ആയിരിക്കാം, അല്ലെങ്കിൽ കൺഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുങ്ങിയതായിരിക്കാം.
കൺസൈസ് ചുരുങ്ങിയ ലളിതമായിട്ടുള്ളതായിരിക്കാം. The information required in these forms may differ based on the type of the job and the organization. പിന്നെ ഈ ആപ്ലിക്കേഷൻ ഫോമിലൊക്കെ എല്ലാം എന്താ പറയാ, അത് ക്വസ്റ്റ്യൻസും അതിനകത്ത് ചോദിച്ചേക്കുന്ന കാര്യങ്ങളൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. എന്തിനനുസരിച്ച്? ദ ടൈപ്പ് ഓഫ് ദ ജോബ് ആൻഡ് ഓർഗനൈസേഷൻ, ഏത് ജോലിയാണ് അല്ലെങ്കിൽ ഏത് സ്ഥാപനമാണ്, അതിനനുസരിച്ച് ആ ഇൻഫർമേഷൻ ആ ഫോമിൽ ചോദിക്കുന്ന വിവരങ്ങളില്ലേ അത് വ്യത്യാസപ്പെട്ടിരിക്കാം. അതൊന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. The information required in these forms may differ based on the type of the organization, type of the job and organization. ജോലിയും ആ സ്ഥാപനത്തിനെ ബേസ് ചെയ്തിട്ട്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്കറിയാം, ഇപ്പൊ ഓരോ സ്ഥാപനങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം എന്താ ഒരുപോലെ ഒന്നും ആവണമെന്നില്ല, വ്യത്യാസമായിരിക്കും. അതുപോലെ ഒരു ജോലിക്ക് ചോദിക്കുന്ന അതിനകത്തുള്ള ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കില്ല വേറെ ജോലിയുടെ, അത് വ്യത്യാസപ്പെട്ടിരിക്കും. Next, according to the US National Industrial Conference Board publication, എന്താണ് ഈ US National Industrial Conference Board publication അനുസരിച്ച് അത് പ്രകാരം എന്താണ് ഈ ആപ്ലിക്കേഷൻ ഫോമിൽ എന്താ ഉൾപ്പെടുത്തിയേക്കുന്നതെന്നാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതൊന്ന് നോട്ട് ചെയ്യാം കേട്ടോ. The main item of information requested on application blanks are, എന്തൊക്കെയാ മെയിൻ? ഈ കാര്യങ്ങൾ നിർബന്ധമായിട്ട് ആപ്ലിക്കേഷൻ ഫോമിൽ ഉണ്ടായിരിക്കണം. അതാണ് US നാഷണൽ ഇൻഡസ്ട്രിയൽ കോൺഫറൻസ് ബോർഡ് പബ്ലിക്കേഷൻ അനുസരിച്ച് ഈ പറയുന്ന ഐറ്റംസ് നമ്മൾ ആപ്ലിക്കേഷൻ ഫോമിൽ വേണം. ഈ കാര്യങ്ങൾ ആപ്ലിക്കേഷൻ ഫോമിൽ ഉൾപ്പെടുത്തണം. എന്താണെന്ന് നോക്കിയേ, നെയിം വേണ്ടേ അല്ലെ? ആപ്ലിക്കേഷൻ ഫോമിൽ എന്തായാലും വേണ്ട, കാൻഡിഡേറ്റ്സിന്റെ പേര് വേണം, ഏത് കുട്ടിയാണ് എന്നുള്ളത് പേര് വേണം, അഡ്രസ് വേണം, വയസ്സ് ഏജ് വേണം, മാരിറ്റൽ സ്റ്റാറ്റസ്, അവര് എന്താ മാരീഡ് ആണോ അൺമാരീഡ് ആണോ എന്നുള്ളത് അത്. പിന്നെ അടുത്ത ഡിപ്പെൻഡൻസ്, അവരുടെ ആശ്രിതര്, സ്കൂളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങള്, ഇപ്പൊ എന്താണ്, ഇപ്പൊ നമ്മൾ ഏത് കോഴ്സാ പഠിച്ചത്, ഏതാണ് ഡിഗ്രി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ. അവരുടെ എക്സ്പീരിയൻസ്, ഇനി എവിടെയെങ്കിലും എക്സ്പീരിയൻസ് എത്രയും വർഷം ജോലി ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഇപ്പൊ ആപ്ലിക്കേഷൻ ഫോമിൽ ഉണ്ടാവും അല്ലേ. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരെ ആയിരിക്കും കൂടുതൽ അവർ സെലക്ട് ചെയ്യുന്നത്. ഫ്രഷേഴ്സിനെ എടുക്കുന്നത് ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഇച്ചിരി പാടാ. അവര് ട്രെയിനിങ് ഒക്കെ കൊടുത്ത് അവരെ ആ ജോലിക്ക് ആക്കി എടുക്കണം. പക്ഷെ എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്ക്, എല്ലായിടത്തും എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണനയില്ലേ. ചിലപ്പോ പറയണം, ചില ജോലിക്ക് പറയും മസ്റ്റ് ആയിട്ട് ഇത്ര വർഷം എക്സ്പീരിയൻസ് വേണമെന്ന് പറയും. അവരെ സംബന്ധിച്ച് എളുപ്പം അയാളുടെ അത്രയും ജോലി ഇത്രയും വർഷം ചെയ്യുന്ന ആളാണ്, പിന്നെ പ്രത്യേകിച്ചൊന്നും പഠിപ്പിക്കണ്ടല്ലോ. അങ്ങനെ. ആൻഡ് റെഫറൻസസ്, ഇതെല്ലാം ആപ്ലിക്കേഷൻ ബ്ലാങ്ക് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഫോമിന് ചോദിക്കുന്ന വിവരങ്ങളാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്തിട്ടേ. ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. നെയിം, അഡ്രസ്, ഏജ്, മാരിറ്റൽ സ്റ്റാറ്റസ് ആൻഡ് ഡിപ്പെൻഡൻസ്, സ്കൂളിംഗ്, എക്സ്പീരിയൻസ് ആൻഡ് റെഫറൻസ്. അണ്ടർലൈൻ ചെയ്തിട്ടോ. ഇത്രയും കാര്യങ്ങൾ ആപ്ലിക്കേഷൻ ഫോമിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, പർപ്പസ് ഓഫ് ആപ്ലിക്കേഷൻ ഫോം. ഒരു ആപ്ലിക്കേഷൻ ഫോമിന്റെ പർപ്പസ് എന്താ, എന്തിനൊക്കെയാണ് ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് 4 പോയിന്റ്സ് ആയിട്ടാണ് തന്നേക്കുന്നത് കേട്ടോ. എന്തിനൊക്കെ വേണ്ടിയാണ് ഈ ആപ്ലിക്കേഷൻ ഫോം? ഒന്നാമത്തെ നോക്കിയേ, പ്രൊവൈഡ് പ്രിസൈസ് ഫാക്ച്വൽ ഇൻഫർമേഷൻ. കൃത്യമായിട്ടുള്ള, കൃത്യവും, ഫാക്ച്വൽ എന്ന് പറഞ്ഞാൽ എന്താ, വസ്തുതാപരമായിട്ടുള്ള വിവരങ്ങൾ നൽകാൻ. കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള കൃത്യവും വസ്തുതാപരമായിട്ടുള്ള വിവരങ്ങൾ നൽകാൻ ആപ്ലിക്കേഷൻ ഫോം വേണം. ആപ്ലിക്കേഷൻ ഫോമിന്റെ പർപ്പസ് ആണ് കേട്ടോ പറയുന്നത്. നമുക്ക് എന്താ ആവശ്യം? എന്താ? പ്രൊവൈഡ് പ്രിസൈസ് ഫാക്ച്വൽ ഇൻഫർമേഷൻ. പ്രീ സ്ക്രീനിങ് ജോബ് കാൻഡിഡേറ്റ്സ് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് ദ ആപ്ലിക്കേഷൻ ഫോം. അണ്ടർലൈൻ ചെയ്തേ, പ്രീ സ്ക്രീനിങ് നടത്തുക, അതാണ്. അതായത് ഇന്റർവ്യൂവിനൊക്കെ തൊട്ട് മുന്നേ നമ്മൾ ആ കാൻഡിഡേറ്റ്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും ഈ ആപ്ലിക്കേഷൻ ഫോമിലൂടെ അല്ലെ. പ്രിലിമിനറി ഇവാലുവേഷൻ നടത്താൻ, പ്രീ സ്ക്രീനിങ് ഓർ പ്രിലിമിനറി ഇവാലുവേഷൻ, കാൻഡിഡേറ്റ്സിന്റെ പ്രാഥമികമായിട്ട് അവരെ ഒന്ന് വിലയിരുത്താനായിട്ട് എന്ത് വേണം? ആപ്ലിക്കേഷൻ ഫോം വേണം. അണ്ടർലൈൻ ചെയ്തോട്ടോ. പ്രീ സ്ക്രീനിങ് ജോബ് കാൻഡിഡേറ്റ്സ് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് ദ ആപ്ലിക്കേഷൻ ഫോം.
Through application forms, ഈ application ഫോമിലൂടെ the candidates contact information, candidatesന്റെ contact information, അവരുടെ educational background, references, employment history are communicated to the employer. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞേക്കണേ കാൻഡിഡേറ്റ്സിനെ കുറിച്ച്? Candidates' contact information, educational background references, employment history are communicated to the employer. Employer node idakku communicate cheyam. Edi kude through application form. Underline cheyidota. Application forms also provide various additional information to the employer, such as idu koodade korcha additional information kodukkunnundu employer nu, such as job related skills, job mai bandapetta karyagal, salary requirements of the applicants, and whether the applicants is available for part time aayitano job cheyan thalparyam alli full time aano, working hours availability, inganeyulla karyangal koodi nammala application form ida candidates രേഖപ്പെടുത്തുമ്പോൾ ഈ വിവരങ്ങൾ കൂടി എംപ്ലോയറിന് കൊടുക്കാൻ പറ്റും. ഓക്കെ, അതും കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചവിടെ. ആപ്ലിക്കേഷൻ ഫോമിലൂടെ ജോലിയുമായി ബന്ധപ്പെട്ട സ്കില്ല്, സാലറി റിക്വയർമെന്റ്സ് ഓഫ് ദ സാലറി, എക്സ്പെക്ടഡ് സാലറി ഒക്കെ പൂരിപ്പിച്ചായിരുന്നോ? ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തവര് അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നോ? ഫോമില് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന സാലറി എത്രയാന്ന്? വൈഷ്ണ, നിങ്ങൾ ഫില്ല് ചെയ്ത് പരിചിതയാണോ? പിന്നെ ഫില്ല് ചെയ്തു എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ലായിരുന്നോ? വെച്ചിട്ടില്ല. അതാ പറഞ്ഞ ആപ്ലിക്കേഷൻ ഫോം പലതും വ്യത്യാസപ്പെട്ടിരിക്കും. ഇതിന് ജോലിക്ക് അനുസരിച്ച് ചിലപ്പോ എക്സ്പെക്ടഡ് സാലറി ഒക്കെ അതിനകത്ത് ഉൾപ്പെടുത്താനാണ് പറഞ്ഞേക്കും. ഇനി ഇല്ല, ചോദിച്ചില്ല. ഇനി അടുത്തത് നോക്കിയേ, രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ഫോമിന്റെ പർപ്പസ് എന്താ? To provide legal protection to the applicants. Applicants-ന് ഒരു നിയമപരമായിട്ടുള്ള സംരക്ഷണം ഈ ആപ്ലിക്കേഷൻ ഫോം പ്രൊവൈഡ് ചെയ്യും. To provide legal protection to the applicants. Applicants-ന് ഒരു legal protection എന്ത് ചെയ്യുന്നു? പ്രൊവൈഡ് ചെയ്യും. Personal information and individual privacy have been protected by. അപ്പൊ കാൻഡിഡേറ്റ്സിന് പേഴ്സണൽ ഇൻഫർമേഷൻ, ഇൻഡിവിജ്വൽ, നമുക്ക് പ്രൈവസി ഉണ്ട് അല്ലെ? നമ്മുടെ പ്രൈവസി ഇതെല്ലാം സംരക്ഷിക്കും. By the law since establishment of the Title 7 of the Civil Rights Act of 1964. 1964 സിവിൽ റൈറ്റ് ആക്ട് ടൈറ്റിൽ 7 അനുസരിച്ച് ഈ കാൻഡിഡേറ്റ്സിന്റെ ഇൻഡിവിജ്വൽ പ്രൈവസി, പേഴ്സണൽ ഇൻഫർമേഷൻ ഒക്കെ സംരക്ഷിക്കണം. അവത്തിനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം അവിടെ ചോദിക്കേണ്ടത്. അത് അല്ലാതെ എന്ത് വേണമെങ്കിലും ആപ്ലിക്കേഷൻ ഫോമിൽ ചോദിക്കാന്ന് ഇല്ല. അതാണ് ഒരു ലീഗൽ പ്രൊട്ടക്ഷൻ, നിയമപരമായിട്ടുള്ള ഒരു സംരക്ഷണം ആപ്ലിക്കേഷൻ ഫോമിലൂടെ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് കറക്റ്റ് ടു യൂസ് എ ജോബ് ആപ്ലിക്കേഷൻ ഫോം ദാറ്റ് ഇസ് മോർ ദാൻ ഫ്യൂ ഇയേഴ്സ് ഓൾഡ്. ഇനി കുറെ വർഷം പഴക്കമുള്ള ആപ്ലിക്കേഷൻ ഫോം ഉപയോഗിക്കാൻ പാടില്ല. അത് കറക്റ്റ് അല്ല, നമുക്ക് അത് ഉപയോഗിക്കാൻ പാടില്ല. അത് നിയമപരമായി അങ്ങനെയാ. ഇത്ര വർഷം പണ്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഫോം ഇപ്പൊ പറ്റുമോ? അന്ന് ചോദിച്ച കാര്യങ്ങളായിരിക്കില്ല ഇപ്പൊ പ്രസന്റ് റീസെന്റ് ആയിട്ട് നമുക്ക് വന്നത്. ഓരോ വർഷങ്ങൾ കഴിയുന്നതോറും വ്യത്യാസം വരൂലേ? അപ്പൊ പണ്ട് കാലത്ത് ആപ്ലിക്കേഷൻ ഫോം ഇപ്പൊ ഫില്ല് ചെയ്യാൻ പറഞ്ഞാൽ നടക്കുമോ? അത് പറ്റൂല അല്ലെ? അത് നിയമപരമായിട്ട് അത് പറ്റൂല. അതാണ് it is not correct to use a job application form that is more than few years old. കുറെ വർഷം പഴക്കമുള്ള ആപ്ലിക്കേഷൻ ഫോം യൂസ് ചെയ്യുന്നത് കറക്റ്റ് അല്ല. Questions that were asked 5 years ago are not legally acceptable. കണ്ടോ, 5 വർഷം മുന്നേ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഇപ്പൊ അത് നിയമപരമായി അക്സെപ്റ്റബിൾ അല്ല, സ്വീകാര്യമല്ല. ഇപ്പൊ സാലറിയുടെ തന്നെയാണെങ്കിൽ എക്സ്പെക്ടഡ് സാലറി എന്ന് എഴുതി അന്നത്തെ സാലറി അല്ല എന്ന് വരുമ്പോ അപ്പൊ അവിടെ ഓപ്ഷനൊക്കെ ഇട്ടിട്ട് എന്തെങ്കിലും നമ്മളോട് ടിക്ക് ചെയ്യാൻ പറയുകയാണെങ്കിൽ അതല്ല ഇപ്പോ, അല്ലെങ്കിൽ അന്ന് ചോദിച്ച പല കാര്യങ്ങളും പിന്നെ ലീഗലി അക്സെപ്റ്റബിൾ അല്ല. അതാണ് 5 വർഷം മുന്നുള്ള ആപ്ലിക്കേഷൻ ഫോം അതിൽ ചോദിച്ച കാര്യങ്ങൾ ഇപ്പൊ നമുക്കത് അക്സെപ്റ്റബിൾ അല്ല. The Equal Employment Opportunity Commission based on federal legislation provide guidelines to employers on what information can be requested from the candidates to avoid the prejudice based on the sex, race, religion, color, national origin, age, disability, genetic information. ഈ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഇതിനെ മെയിൽ ഫീമെയിൽ സെക്സ്, റേസ്, ജാതിയൊക്കെ ഇല്ലേ, റിലീജിയൻ, കളർ, നാഷണൽ ഒറിജിൻ, ഏജ്, 40 ഓർ ഓൾഡ്, ഡിസബിലിറ്റി, അതായത് വൈകല്യങ്ങള്, ജനറ്റിക് ഇൻഫർമേഷൻ തുടങ്ങിയ കാര്യങ്ങളില്ലേ, അങ്ങനെ ആ മുൻവിധി
അതിനെ ഒഴിവാക്കാനായിട്ട് എന്തൊക്കെ ഇൻഫർമേഷൻ ആപ്ലിക്കേഷൻ ഫോമിൽ ഉൾപ്പെടുത്തണം, അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സിനോട് ഇത് എന്തൊക്കെ ഇൻഫർമേഷൻ ചോദിക്കണം എന്നുള്ളതിന് ഈ ഒരു എംപ്ലോയറിന് ഒരു ഗ്യാരണ്ടി കൊടുക്കുകയാണ്. അതായത് ഈ ഒരു ഈക്വൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കമ്മീഷൻ അതിനെ ബേസ് ചെയ്തിട്ട്, ബേസ്ഡ് ഓൺ ഫെഡറൽ രജിസ്ട്രേഷൻ, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് ആ എംപ്ലോയറിന് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന് ഇന്ന കാര്യങ്ങളെ ചോദിക്കാൻ പാടുള്ളൂ, ആപ്ലിക്കേഷൻ ഫോമിൽ ഉൾപ്പെടുത്താൻ പാടുള്ളൂ എന്ന് നിയമപരമായിട്ടൊരു കാര്യമുണ്ട്. അതിനനുസരിച്ചുള്ളത് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നാ പറയുന്നത്. എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള മുൻവിധി ഒഴിവാക്കാനായിട്ട് കാൻഡിഡേറ്റ്സിൽ നിന്ന് എന്ത് വിവരങ്ങള് ചോദിക്കണം എന്നുള്ളത് എംപ്ലോയറിന് ഒരു ഗൈഡ് ലൈൻസ്, മാർഗനിർദ്ദേശം നൽകുന്നു. അതാണ് ഒരു ലീഗൽ സംരക്ഷണം ഉണ്ട്. മനസ്സിലായോ നിങ്ങൾക്ക് എന്താണെന്ന്? അതായത് എന്ത് വേണമെങ്കിലും ആപ്ലിക്കേഷൻ ഫോമിൽ ഉൾപ്പെടുത്താൻ പാടില്ല, അതിന് നിയമപരമായിട്ട് ഇന്ന കാര്യങ്ങളെ ഉൾപ്പെടുത്താൻ പാടുള്ളൂ എന്നുണ്ട്. അതായത് നമ്മുടെ കാൻഡിഡേറ്റ്സിന്റെ പേഴ്സണൽ ഇൻഫർമേഷൻ, ഇൻഡിവിജ്വൽ പ്രൈവസിനെയൊക്കെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്, അതായത് 5 വർഷം മുന്നിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇപ്പൊ സ്വീകാര്യമല്ല. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ നിയമപരമായിട്ട് നമുക്കൊരു സംരക്ഷണം നൽകുന്നുണ്ട് ആപ്ലിക്കേഷൻ ഫോം. ആ ആക്ട് ഒന്ന് ഇയർ ഒന്ന് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോ കേട്ടോ. സിവിൽ റൈറ്റ് ആക്ട് ഓഫ് 1964 ഇൻഡിവിജ്വൽ പ്രൈവസി, പേഴ്സണൽ ഇൻഫർമേഷൻ ഒക്കെ സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് കേട്ടോ. ഇനി അടുത്തത് മൂന്നാമത്തെ നോക്കി എന്താണ് അടുത്തത്? പർപ്പസ് ഓഫ് ആപ്ലിക്കേഷൻ ഫോം എന്താന്ന് നോക്കി, ടു ഫെസിലിറ്റേറ്റ് എഫക്റ്റീവ് ആൻഡ് പ്രൊഡക്റ്റീവ് ഇന്റർവ്യൂ. ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു നമുക്ക് അതുപോലെ തന്നെ ഉത്പാദനപരമായിട്ടുള്ള ഇന്റർവ്യൂ സുഗമമാക്കുന്നത്, നല്ലൊരു ഇന്റർവ്യൂ സുഗമമാക്കുന്നതിന്. For enabling productive interviews, the employers make use of background information gathered with the help of application form. ഒരു നല്ലൊരു ഇതില്ലേ, അതായത് നല്ല റിസൾട്ട് കിട്ടാൻ, അതാണ് ഫോർ enabling productive interviews എന്ന് വെച്ചാൽ ഇന്റർവ്യൂവിന്റെ ആ ഒരു നല്ലൊരു റിസൾട്ട് അത് കിട്ടാനായിട്ട് എംപ്ലോയർ ഈ കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഫോമിലൂടെ ശേഖരിക്കാൻ പറ്റും, ഗ്യാദർ ചെയ്യാൻ പറ്റും. ഗ്യാദർ എന്തിന്റെ സഹായത്തോടു കൂടി ശേഖരിക്കാം ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ എംപ്ലോയർ? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആപ്ലിക്കേഷൻ ഫോം. ആപ്ലിക്കേഷൻ ഫോം വായിച്ചു നോക്കി അറിയാൻ പാടില്ലേ, കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടും, ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഒക്കെ കിട്ടും. Then application form help in providing an unfiltered version of applicants' work history, experience to the employer. Unfiltered version നമ്മൾ എന്താ പറയാ, ആപ്ലിക്കേഷൻ ഫോമിലൂടെ ഡയറക്റ്റ് നേരെ ക്വസ്റ്റ്യൻസ് അതിന്റെ ആൻസർ അല്ലെ, അൺഫിൽറ്റേർഡ് വേർഷൻ, ഫിൽറ്റർ ചെയ്യാത്ത ഒരു പതിപ്പ് ആപ്ലിക്കൻസിന്റെ വർക്ക് ഹിസ്റ്ററിനെ കുറിച്ചുള്ളത്, അവരുടെ എക്സ്പീരിയൻസിനെ കുറിച്ചുള്ളത് എംപ്ലോയറിന് കൊടുക്കും, അതിനെ സഹായിക്കും. Application forms are used to gather such information as it is easy for the candidates to exaggerate resumes. Exaggerate എന്ന് പറഞ്ഞാൽ പെരുപ്പിച്ച് കാണിക്കുക. അതായത് ഇപ്പൊ റെസ്യൂം നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ലേ അല്ലെ, റെസ്യൂം നിങ്ങളുടെ ബയോഡാറ്റ, അതും ആപ്ലിക്കേഷൻ ഫോം വ്യത്യാസമില്ലേ? റെസ്യൂം എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്ന് എഴുതാം, പക്ഷെ ആപ്ലിക്കേഷൻ ഫോമിൽ അങ്ങനെയല്ല, അവരാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്, അത് മാത്രം നമ്മൾ ഫില്ല് ചെയ്താൽ മതി. എന്നൊരു റെസ്യൂം നമ്മളോട് തയ്യാറാക്കാൻ പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഉൾപ്പെടുത്തണം അല്ലെ, അത് നമുക്കിടെ ഇഷ്ടമാണ്. റെസ്യൂം നമ്മുടെ ബയോഡാറ്റ നമ്മളെ തയ്യാറാക്കുന്നത്, എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഹോബി അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ എക്സ്പീരിയൻസ് ഇങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ് ഒരു റെസ്യൂം. എന്നാൽ ആപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ലീഗൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്കൊരു സ്ഥാപനം നമുക്ക് അവരാണ് ക്വസ്റ്റ്യൻസ് തരുന്നത്, നമ്മളുടെ കാര്യങ്ങളല്ല, അല്ലെങ്കിൽ നമ്മളെ ഫേവർ ചെയ്തിട്ടല്ല, അതാണ്. അപ്പൊ ഈ റെസ്യൂമിന് നമുക്ക് വേണമെങ്കിൽ നമ്മളെ കുറിച്ച് കാര്യങ്ങൾ പെരുപ്പിച്ച് കാണിക്കാൻ പറ്റും ഇല്ലേ? നമുക്ക് എന്താ, ഞാൻ ഇത്രയും പഠിച്ചു, അല്ലെങ്കിൽ ഇങ്ങനെയുണ്ട്, അതുണ്ട്, ഇതുണ്ട്, എന്റെ ഹോബി ഇതാണ്, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ആ റെസ്യൂം തയ്യാറാക്കണേ. അതാണ് ആപ്ലിക്കേഷൻ ഫോം എന്തിനു ഉപയോഗിക്കുന്ന, യൂസ്ഡ് ടു ഗ്യാദർ സച്ച് ഇൻഫർമേഷൻ ആസ് ഇറ്റ് ഈസി ഫോർ ദ കാൻഡിഡേറ്റ്സ് ടു എക്സാഗ്രേറ്റ് റെസ്യൂംസ്. ആപ്ലിക്കൻസ് റെസ്യൂമുകളിൽ പെരുപ്പിച്ച് കാണിക്കാൻ എളുപ്പമായതിനാൽ അത്തരം വിവരങ്ങൾ ആപ്ലിക്കേഷൻ ഫോമിലൂടെ നമുക്ക് ലഭിക്കാൻ പറ്റും, അതിനുവേണ്ടി ഉപയോഗിക്കാണ്. റെസ്യൂമിലാണെങ്കിലോ, റെസ്യൂം കൊടുക്കാൻ പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ കുറച്ചും കൂടി പെരുപ്പിച്ച് കാണിക്കാൻ പറ്റും, അതാണ്. Application form ensure that everyone is on equal footing as all the applicants are asked about the same information. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ.
ആപ്ലിക്കേഷൻ ഫോം എന്ത് ഉറപ്പുവരുത്തുന്നു? എന്ത് ഉറപ്പുവരുത്തും എന്നാ പറഞ്ഞേക്കണേ? എൻഷുർ ദാറ്റ് എവരി വൺ ഈസ് ഓൺ ഈക്വൽ ഫുഡ്, എല്ലാവരും തുല്യരാ. ഇപ്പൊ നമ്മളൊരു സ്ഥാപനത്തിൽ നമ്മൾ രണ്ടുപേരും, നമ്മൾ മൂന്നുപേരും, അനു, അക്ഷര, നിഷ, ഞാനും കൂടി പോവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരേ ആപ്ലിക്കേഷൻ ഫോം അല്ലേ തരുള്ളൂ അവര്? സെയിം ഇൻഫർമേഷൻ അല്ലേ നമ്മളെ കുറിച്ച് ചോദിക്കുള്ളൂ. അല്ലാതെ എനിക്കൊരു ആപ്ലിക്കേഷൻ ഫോം തന്നു, നിഷയ്ക്ക് വേറെ തന്നു, അനുവിന് വേറെ തന്നു, അക്ഷരയ്ക്ക് വേറെ തന്നു, അങ്ങനെ ഉണ്ടാവും? സെയിം ആണ്. അവിടെ വേറെ പാർഷ്യാലിറ്റി കാര്യങ്ങളൊന്നുമില്ല, എല്ലാവരും തുല്യരാണ്, ഈക്വൽ ഫൂട്ടിങ്. കേട്ടോ? ആപ്ലിക്കൻസ് ആർ ആസ്ക്ഡ് അബൌട്ട് ദ സെയിം ഇൻഫർമേഷൻ. അത് അവർ ഇത്ര ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തേക്കാം, നമ്മൾ ചെല്ലുമ്പോൾ എല്ലാവർക്കും ഒരുപോലെയാണ്. ഇപ്പൊ ഞാൻ പൂരിപ്പിക്കണ പോലെ തന്നെയായിരിക്കും. ഇപ്പൊ ഞാൻ എന്റെ പേര് രമ്യ എന്ന് എഴുതുമ്പോൾ നിഷ, നിഷയുടെ പേര് നിഷാന്ന്. ബാക്കിയുള്ളത് എഡ്യൂക്കേഷൻ, ക്വാളിഫിക്കേഷൻ, ക്വസ്റ്റ്യൻസ് ഒക്കെ സെയിം ആണ്. നമ്മൾ നമ്മുടെ ഡീറ്റെയിൽ എഴുതുന്നു, അത്രേ ഉള്ളൂ. അതാണ്, എല്ലാവരും ഒരേപോലെയാണ് എന്നുള്ളത് ഉറപ്പുവരുത്താണ്. Then application forms are used by employer in order to rapidly identify the problem. Like പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് അവിടെ, നമുക്ക് ഇങ്ങനെയുള്ള ജോബ് ഹോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ജോലി മാറാന്ന്. ഇപ്പൊ നമ്മൾ ജോലി കയറി ഇടയ്ക്കിടയ്ക്ക് പിന്നെ മാറുക. അല്ലെങ്കിൽ ക്രിമിനൽ ഹിസ്റ്ററി, എന്തെങ്കിലും ആ ക്യാൻഡിഡേറ്റ്സിന് ക്രിമിനൽ ഹിസ്റ്ററി ഉണ്ടോ, അതിന്റെ ഇന്റലിജിബിലിറ്റി, അവരുടെ ആ ഒരു വർക്കിലുള്ള ആ ഒരു ബ്രില്യന്റ്, അതൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്യാനായി, പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനും ആപ്ലിക്കേഷൻ ഫോംസ് എംപ്ലോയർ ഉപയോഗിക്കുന്നുണ്ട്. ഫോം വായിക്കുമ്പോൾ തന്നെ അറിയാലോ, നമ്മൾ ഫില്ല് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വായിക്കുമ്പോൾ തന്നെ അവിടെ അറിയാൻ പറ്റും. Okay. The application forms are used by the employer in order to rapidly identify the problems. ഈ പ്രോബ്ലംസ് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനും എംപ്ലോയർ ഈ ആപ്ലിക്കേഷൻ ഫോം ഉപയോഗിക്കുന്നു. എന്തൊക്കെ പ്രോബ്ലം? ജോബ് ഹോപ്പിംഗ്, ക്രിമിനൽ ഹിസ്റ്ററി, ഇൻഎലിജിബിലിറ്റി ടു വർക്ക് ഇൻ ദ കൺട്രി, നമ്മുടെ കൺട്രിയിൽ വർക്ക് ചെയ്യാനുള്ള ആ ഒരു ബുദ്ധിശക്തി, അതൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങള്, കാര്യങ്ങള്. ഇപ്പൊ ചിലർക്ക് ഇവിടെ ഈ നമ്മുടെ രാജ്യത്തായിരിക്കുന്നില്ല, പുറം രാജ്യത്ത് വർക്ക് ചെയ്യാനായിരിക്കും താല്പര്യം, അല്ലെ? ഈ രാജ്യത്ത് ഇവിടെ നമുക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടാവില്ല, പുറമെ പോകാനായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഈ എംപ്ലോയറിന് ആപ്ലിക്കേഷൻ ഫോംസ് ഉപയോഗിക്കാം. ഓക്കെ, ലാസ്റ്റ് ഒരു കാര്യം കൂടെ ഉള്ളൂ, വെരിഫിക്കേഷന് വേണ്ടിയിട്ട്. നമ്മളൊന്ന് വെരിഫൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫോമിന്റെ പർപ്പസ് ആണ് നാലാമത്തെ വെരിഫിക്കേഷൻ. ലാസ്റ്റ് സെന്റൻസ് അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടു കേട്ടോ. Employment application form differ from the resume. ഇനി ആപ്ലിക്കേഷൻ ഫോം നമ്മൾ റെസ്യൂമിന്റെ കാര്യമില്ലേ, റെസ്യൂമിൽ നിന്ന് വ്യത്യാസമുണ്ട്. റെസ്യൂമും ആപ്ലിക്കേഷൻ ഫോമും വളരെയധികം വ്യത്യാസമുണ്ട്. എന്താണ് ഈ ആപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ ലീഗൽ ഡോക്യുമെന്റ് signed by the applicants to certify that true and correct information is provided by them. നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തുള്ളവരെ അറിയാം, ലാസ്റ്റ് ഉണ്ടല്ലേ, അതൊരു ലീഗൽ ഡോക്യുമെന്റ് ആണ്, നിയമപരമായിട്ടുള്ള രേഖയാണത്. എന്നിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങള് എന്റെ അറിവിലും സമ്മതത്തിലും ഒക്കെ പൂർണ്ണമായി ശരിയാണ് എന്നുള്ളത് ഞാൻ ഉറപ്പുവരുത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പേര് എഴുതി സൈൻ ചെയ്ത് കൊടുക്കണം. ലാസ്റ്റ് ഇല്ലേ, സിഗ്നേച്ചർ ഇല്ലേ, അല്ലെ? നമ്മളെ തന്നെ ഇത് അങ്ങനെ ആപ്ലിക്കേഷൻ ഫോമിൽ എഴുതിയിട്ടില്ലേ നിങ്ങള്, അല്ലെ? ഫില്ല് ചെയ്ത് കഴിഞ്ഞ ലാസ്റ്റ് അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട്. അതൊരു ലീഗൽ ഡോക്യുമെന്റ് ആണ്, നമ്മൾ തന്നെ സൈൻ ചെയ്യണം. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ്, കറക്റ്റ് ഇൻഫർമേഷൻ ആണ് ഞാൻ ഇവിടെ പറഞ്ഞേക്കുന്നത്. ഈ ആപ്ലിക്കേഷൻ ഫോമിൽ ഞാൻ എഴുതിയേക്കുന്നത് കറക്റ്റ് ഇൻഫർമേഷൻ ആണ് എന്നുള്ള കാര്യം ഞാൻ തന്നെ അവിടെ ശരിയാണ് എന്നുള്ളത് ഞാൻ സൈൻ ചെയ്ത് വെക്കണം അവിടെ. അതാണ് ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണ് ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. It's a legal document signed by the applicants. Applicants തന്നെ സൈൻ ചെയ്യുന്ന ഒരു ലീഗൽ ഡോക്യുമെന്റ്. എന്ത് പറഞ്ഞാൽ സൈൻ ചെയ്യണേ? ഞാൻ പറഞ്ഞ കാര്യം ശരിയാണ്, കറക്റ്റ് വിവരങ്ങളാണ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് സൈൻ ചെയ്യണം. A paragraph on most application form provide warning that omission or false information on the form may result in the application being rejected.
or employee being fired. അങ്ങനെ പറയൂലേ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടോന്നൊക്കെ വാണിംഗ് ഉണ്ട്. ഇനി നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ഇവിടെ രേഖപ്പെടുത്തിയ വിവരങ്ങൾ എന്തെങ്കിലും തെറ്റാണെന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താ, ആ ആപ്ലിക്കേഷൻ ഫോം റിജക്ട് ചെയ്യും. അവര് റെഫർ ചെയ്ത് കഴിയുമ്പോഴേ, ഇപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ന ഡിഗ്രി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ തട്ടിവിട്ട്, പക്ഷെ എനിക്ക് അതിനെ പ്രൂവ് ചെയ്യാനായിട്ട് ആ സർട്ടിഫിക്കറ്റ് അവിടെ കാണിക്കണം. സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഒരു കാര്യമില്ല. ഞാൻ ഡിഗ്രി ഉണ്ടെന്ന് എന്റെ വായ കൊണ്ട് പറഞ്ഞാൽ മതിയോ? അത് അവര് നോക്കുമ്പോ വെരിഫൈ ചെയ്യുമ്പോ റെഫറൻസ് ചെയ്യുമ്പോ അവിടെ ഇതില്ല, വെരിഫിക്കേഷൻ നടത്തുമ്പോ സർട്ടിഫിക്കറ്റ് എനിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് സമ്മതിക്കോ ഞാനിത് പഠിച്ചാന്നുള്ളത്? അപ്പൊ അങ്ങനെ എന്തെങ്കിലും തെറ്റായ വിവരങ്ങൾ നമ്മൾ ആപ്ലിക്കേഷൻ ഫോമില് നമ്മൾ രേഖപ്പെടുത്തുകയാണെങ്കിൽ ഉണ്ടല്ലോ, എന്ത് പറ്റും, ആ ആപ്ലിക്കൻസിന് റിജക്ട് ചെയ്യും. അവര് ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യും. അല്ലെങ്കിലോ ആ എംപ്ലോയിനെ എന്ത് ചെയ്യുന്നു, അതിൽ നിന്ന് മാറ്റും. ഇപ്പൊ ജോലി കയറി, ഞാൻ കള്ളം പറഞ്ഞൊക്കെ ഞാൻ ജോലി കയറി എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെ എന്തെങ്കിലും ഇതുപോലെ തെറ്റാണെന്നൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, അവരെ പുറത്താക്കും. അത്രേ ഉള്ളൂ. In addition, application form may contain the statement giving hiring employers permission for examining records, conducting background then or credit check and examining contact reference and previous employees. ഇതൊക്കെ പരിശോധിക്കുന്നതിനുള്ള അനുമതി നൽകുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആപ്ലിക്കേഷൻ ഫോമിൽ അടങ്ങിയിരിക്കുന്നു. ആപ്ലിക്കേഷൻ ഫോം may contain the statement. എന്തൊക്കെ സ്റ്റേറ്റ്മെന്റ് ആ? Giving hiring employers permission for examining records. റെക്കോർഡ്സ് പരിശോധിച്ചുകൊണ്ട് എംപ്ലോയർ ആ എംപ്ലോയിനെ ഹയർ ചെയ്യുന്ന പെർമിഷൻ, കണ്ടക്ടിങ് ബാക്ക്ഗ്രൗണ്ട് ഓർ ക്രെഡിറ്റ് ചെക്ക് കണ്ടക്ട് ചെയ്യുന്നത്, എക്സാമിനിങ് കോണ്ടാക്ട് റെഫറൻസസ് ആൻഡ് പ്രീവിയസ് എംപ്ലോയേഴ്സ് റെഫറൻസുകളൊക്കെ ഇല്ലേ? അപ്പൊ അതിന് അങ്ങനെയൊക്കെ ഉള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഈ ആപ്ലിക്കേഷൻ ഫോമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതിനകത്ത് നിങ്ങളൊന്നേ ആ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ഒന്നാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടില്ല, പിന്നെ അത് രണ്ടാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടോ. ഇനി നമ്മള് ഒരു വാണിംഗ് അവിടെ പറയേണ്ടത്, ഒമിഷൻ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കാന്ന കേട്ടോ. ഒമിഷൻ നമ്മൾ എന്തെങ്കിലും ഫില്ല് ചെയ്യാതെ വിട്ടുപോകുമോ, തെറ്റായ വിവരം കൊടുക്കുകയാണെങ്കിൽ റിസൾട്ട് എന്താണ്? ആപ്ലിക്കേഷൻ ബീങ് റിജക്റ്റഡ് ഓർ എംപ്ലോയി ബീങ് ഫയർഡ്. അവരെ പുറത്താക്കും. FIRED, അവരെ പുറത്താക്കും. അപ്പൊ ഇത്രയാണ് പർപ്പസ്. 4 കാര്യങ്ങൾ ഓക്കെ അല്ലേ? ആപ്ലിക്കേഷൻ ഫോം എന്തിനു വേണ്ടിയാ? To provide precise factual information, to provide legal protection to the applicants. നല്ലൊരു നിയമപരമായിട്ടുള്ള സംരക്ഷണം. എന്ത് കാര്യം ചോദിക്കുന്നതിനൊക്കെ കൃത്യമായിട്ട് ലീഗലി അതുണ്ട്. അതാണ്. പിന്നെ അടുത്തത് ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ, പ്രൊഡക്റ്റീവ് ഇന്റർവ്യൂവിനുള്ള സൗകര്യം ഒരുക്കുന്നു. പിന്നെ അടുത്തത് ഒന്ന് വെരിഫിക്കേഷനും വേണ്ടി. ഓക്കെ, ഇത്രയും നമ്മൾ ഇന്ന് പഠിച്ചു നിർത്തിയ അത്രയും എക്സാമിന് ഉണ്ടായിരിക്കും കേട്ടോ. ഇത്രയും നിങ്ങൾ നോക്കണം. നിങ്ങൾക്ക് എക്സാമിന്റെ ഇത് തന്നല്ലോ, തിങ്കളാഴ്ച നിങ്ങൾക്ക് ക്ലാസ് ഉണ്ട് അല്ലെ? 6-ാം തീയതി എക്സാം പറഞ്ഞേക്കുന്നേ, ട്യൂസ്ഡേക്കല്ലേ എക്സാം പറഞ്ഞേക്കുന്നേ? മൺഡേയും കൂടി ക്ലാസ് ഉണ്ട്. അത്രയുള്ള പോർഷൻസ് ഒക്കെ വായിക്കുക. പിന്നെ എക്സാമിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിലെ ടൈം ടേബിളും സമയമൊക്കെ ഇട്ട് തന്നിട്ടുണ്ടല്ലോ അല്ലെ? ായിട്ട് തന്നിട്ടുണ്ട്. എല്ലാവരും പഠിച്ച എക്സാം എഴുതുക. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ, ആരും ടെൻഷൻ അടിക്കണ്ട കേട്ടോ. നമ്മളിപ്പോ മോക്ക് ടെസ്റ്റ് എങ്ങനെയാ ചെയ്യുക, അതുപോലെ തന്നെ അത്രയുള്ള എക്സാമിന്. എല്ലാവരും എക്സാം കഴിയുമ്പോൾ പറയും മിസ്സേ ഒരെണ്ണം എന്റെ തെറ്റിപ്പോയി, അതെ എനിക്ക് അറിയാമായിരുന്നു, പക്ഷെ എനിക്ക് പെട്ടെന്ന് ടെൻഷൻ അടിച്ചുകൊണ്ടാണ്. ടെൻഷൻ അടിക്കേണ്ട ആരും, വെറുതെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാറില്ലേ? അതുപോലെയുള്ളൂ. നമ്മുടെ ആൻസർ ഒക്കെ അവിടെ കിടക്കണ്ടെന്നേ. 4 ഓപ്ഷൻ അവിടെ ഉണ്ട്. നിങ്ങൾ അതിൽ നിന്ന് കറക്റ്റ് ഒന്ന്, നമ്മൾ ഇത്രയൊക്കെ പഠിച്ചതല്ലേ, ജസ്റ്റ് ഒന്ന് ഇപ്പൊ നിങ്ങൾക്ക് സൺഡേ ഒക്കെ ഇരുന്ന് വായിക്കാമല്ലോ. 2 ദിവസം ഉണ്ട് എന്തായാലും. സൺഡേ മൺഡേ ഒക്കെ ഇരുന്ന് വായിക്കാം. എന്നിട്ട് അതിന് മോക്ക് ടെസ്റ്റുകളൊക്കെ തന്നതൊക്കെ നിങ്ങൾ അത് നോക്കണം കേട്ടോ. നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്തതൊക്കെ എല്ലാവരും ഒക്കെ നോക്കുക. നമ്മൾ എന്തായാലും നന്നായിട്ട് എക്സാം എഴുതാം. ഓക്കെ, ഈ എക്സാം ഒക്കെ കഴിഞ്ഞാട്ടോ നമ്മൾ കാണുമല്ലോ. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതാം. ഇതിൽ നിന്ന് നമുക്കൊരു 30 ക്വസ്റ്റ്യനോളം ഉണ്ടാവും കേട്ടോ. 60 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അല്ലേ? ഓൾമോസ്റ്റ് ഒരു 30 ക്വസ്റ്റ്യനോളം നമ്മുടെ തന്നെയായിരിക്കും. ഇത് ഇത്തിരി വലിയ ചാപ്റ്റർ ആണ്. നിങ്ങൾ നോക്കിയില്ലേ, ഏറ്റവും വലിയ ചാപ്റ്റർ ആണ് രണ്ടാമത്തെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അപ് ടു ഇന്നെടുത്ത അത്രയ്ക്കും നിങ്ങൾ എക്സാമിന് പഠിച്ചു വെക്കാം. ഓക്കെ, എന്നാ ക്ലാസ്. പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, ഇന്ന് ക്ലാസ്സിൽ കയറിയ കുട്ടികൾക്ക് പ്രത്യേകം ഞാനൊരു നന്ദി പറയുകയാണ് ശരിക്കും കേട്ടോ. നമുക്ക് ഇത്രയും എന്തായാലും തീർക്കണം. സാറ്റർഡേ ആണ്, പല കാര്യങ്ങളുണ്ട്, പിള്ളേരൊക്കെ വീട്ടിലിരിക്കുന്നുണ്ട്. എങ്കിലും ഇത്രയും കുട്ടിയൊക്കെ ക്ലാസ്സിൽ കയറിയല്ലോ, അതിന് എല്ലാവർക്കും ഒരു പ്രത്യേക ഒരു താങ്ക് യു കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് എക്സാം കഴിഞ്ഞ് കാണാം. ആരും ടെൻഷൻ അടിക്കണ്ട കേട്ടോ. നന്നായിട്ട് എക്സാം ഒക്കെ ഇല്ല. ഓക്കെ, താങ്ക് യു. ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഇനി പോയി നിങ്ങളുടെ പണിയൊക്കെ ചെയ്തോ. ഓക്കെ, കുറെ പണിയൊക്കെ അവിടെ ബാലൻസ് വെച്ചേക്കായിരിക്കും അല്ലേ? ഓക്കെ, ബൈ.
പണിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇരുന്നൊക്കെ വായിക്കാം കേട്ടോ. നാളേക്ക് ഇരുന്ന് പഠിക്കാം. മൺഡേ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ട് കേട്ടോ.